നമസ്തേ. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വൃശ്ചിക പുലരിയിൽ എല്ലാവർക്കും ഒരു വൃശ്ചിക മാസ ആശംസകൾ. സ്വാമി ശരണം. സ്വാമി ശരണം. ഞാൻ MK വിനോദ്. ഞാൻ പ്രദീപ് പിള്ള. വിനോദ് പറഞ്ഞതുപോലെ തന്നെ വൃശ്ചികം 1 ഇന്നലെ തന്നെ ശബരിമല നട തുറന്നു, പൂങ്കാവനം ഉണർന്നു. ഇനി മണ്ഡലകാലം മകരവിളക്ക് കഴിയുന്നത് വരെ പുണ്യം പൂങ്കാവനം തേടി കാനനവാസിന്റെ അനുഗ്രഹം തേടി ലക്ഷങ്ങളുടെ ഒഴുക്കാണ് മാമല മുകളിലേക്ക് അയ്യനെ ദർശിക്കാൻ പുണ്യം നേടാനായി. സന്നിധാനത്തെ ഓരോ വാർത്തകളും, ഏറ്റവും പ്രധാനപ്പെട്ട സന്നിധാനത്തെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കാൻ ജനം TV ഉണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. സന്നിധാനത്തുണ്ട്, പമ്പയിലുണ്ട്, നിലയ്ക്കലുണ്ട്, എരുമേലിയിലുണ്ട്, മറ്റു പല സ്ഥലങ്ങളിലുണ്ട്. കാനന പാതയിലുടനീളം ഉണ്ടാവും. ഏതായാലും എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്, പ്രേക്ഷകരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള ശരണം വിളിയും, അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജനം TV പ്രവർത്തകർക്കും ശ്രീ രാധാകൃഷ്ണൻജിയുടെ ആശംസ, അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അങ്ങോട്ടേക്കും അതുപോലെ ഇനിയുള്ള നാളുകൾ എന്നത്തെയും പോലെ ഭക്തർക്കൊപ്പം നിൽക്കുന്ന ജനം TVക്കൊപ്പമാകാം ഈ തീർത്ഥാടന കാലവും. ഒപ്പം തന്നെ ദർശൻ എന്നുള്ള പുതിയ ഒരു സെഗ്മെന്റ് തുടങ്ങിയ വിവരവും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രാവിലെ 6 മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഈ മണ്ഡലകാലം ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ രാവിലത്തെ പുത്തൻ പുലരിയുടെ ആ കെട്ടും മട്ടും ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. 18-ാം പടിയുടെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശബരിമല വാർത്തകളോട് തന്നെ നമുക്ക് ഇന്നത്തെ വാർത്തകൾ ആരംഭിക്കാം. പ്രധാന തലക്കെട്ടുകൾ ഒന്ന് നോക്കി വരാം. വൃശ്ചിക പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 3 ക്ഷേത്രം തന്ത്രിമാരായ കണ്ഠരർ രാജീവരുടെയും കണ്ഠരർ ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്നു. ഇന്ന് ദർശനത്തിനായി ബുക്ക് ചെയ്തത് 70,000 തീർത്ഥാടകർ. മാസം പകുതി കഴിഞ്ഞിട്ടും ശമ്പളം നൽകാൻ കഴിയാതെ KSRTC. മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പാഴായതോടെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ജീവനക്കാർ. പ്രതിസന്ധി കരകയറാൻ മണ്ഡലകാല വരുമാനം പ്രതീക്ഷിച്ച് ഗതാഗത വകുപ്പ്. SFI നേതാവ് PM ആർഷോയ്ക്ക് കുടപിടിച്ച് വീണ്ടും മഹാരാജാസ് കോളേജ്. ചട്ടപ്രകാരമുള്ള ഹാജരുണ്ടെന്ന വ്യാജ റിപ്പോർട്ട്. കോളേജ് പ്രിൻസിപ്പലിനെതിരെ ഗവർണർക്കും MGVCക്കും നിവേദനം. ആർഷോയുടെ ഹാജർ രേഖകൾ ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്. കേരള സർവകലാശാലയിൽ 4 വർഷ ബിരുദ പഠനത്തിന്റെ ഫീസ് വർധന പഠിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച വൈസ് ചാൻസലർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി ഇന്ന് പുറപ്പെടും. 21 വരെ യാത്ര. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങളിൽ. ഡൊമിനിക്കയുടെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ഇന്ത്യ കാരിക്കോം ഉച്ചകോടിക്കിടെ സ്വീകരിക്കും. ഭാരത പ്രധാനമന്ത്രി നൈജീരിയയും ഗയാനയും സന്ദർശിക്കുന്നത് നീണ്ട ഇടവേളക്കിടെ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 2020 പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്ത്യയുടെ നേട്ടം 4 മത്സരങ്ങളിൽ 3 ജയിച്ച് സെഞ്ചുറിയുമായി തിളങ്ങി തിലക് വർമ്മയും സഞ്ജു സാംസണും. തിലക് വർമ്മ കളിയിലെയും പരമ്പരയിലെയും താരം. വിനോദ് പറഞ്ഞ പോലെ തന്നെ വൃശ്ചിക പുലരിയാണ്. നേരെ പോകേണ്ടത് സന്നിധാനത്തേക്ക് തന്നെയാണ്. വൃശ്ചിക പുലരിയിൽ ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 3 തന്ത്രി കണ്ഠരർ രാജീവരുടെയും കണ്ഠരർ ബ്രഹ്മദത്തിന്റെയും സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറന്നത്. 70,000 തീർത്ഥാടകർ ഇന്ന് ശബരീശ ദർശനത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഹരിവരാസനം പാടി നടയടച്ചതിന് ശേഷം ശബരിമല മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി
പടിയിറങ്ങുകയും ചെയ്തിരിക്കുന്നു. നേരെ ശബരിമലയിലേക്ക് അരുൺ കൊടുങ്ങൂരും എം മനോജും ചേരുന്നുണ്ട്. അരുൺ, മനോജ്, സ്വാമി ശരണം, സുപ്രഭാതം, നമസ്തേ. പുത്തൻപുലരിയിൽ ഐശ്വര്യപൂർണമായി തുടങ്ങാം. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക് ഉണ്ടെന്നറിയാം. പുതിയൊരു മണ്ഡലകാലം, പുതിയൊരു വർഷം, പുതിയൊരു തീർത്ഥാടന കാലം. ആവേശവുമുണ്ട്, ആമോദവുമുണ്ട്, ഏറെ പ്രതീക്ഷയുണ്ട്. ആശങ്കകൾക്ക് ഇനി ഇടയുമില്ല. 41 നാൾ നീണ്ട വ്രതം നോറ്റ് അയ്യപ്പ ഭക്തർ എല്ലാം അവിടെ അർപ്പിച്ച് കാനനവാസനെ തേടി ലക്ഷങ്ങളുടെ ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇന്ന് രാവിലെ സന്നിധാനത്ത് നിന്നുള്ള ദർശനം, വിശേഷങ്ങൾ, കാഴ്ചകൾ? സാവിശരണം എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, ഭക്തിയുടെ പാരമ്യത്തിലേക്ക് ക്ഷേത്ര സന്നിധി ഒന്നാകെ മാറിയിരിക്കുകയാണ്. മലയാള നാട് ഒന്നാകെ മാറിയിരിക്കുകയാണ്. എന്തായാലും പ്രതീക്ഷ പോലെ തന്നെ വൃശ്ചിക പുലരിയിൽ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു തീർത്ഥാടന കാലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം സ്പോട്ട് ബുക്കിങ്ങിൽ കാര്യമായ രീതിയിലേക്കുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ നടുവിൽ തന്നെയാണ് ഈ ഒരു മണ്ഡലത്തിലെ തീർത്ഥാടന കാലം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും 70,000-ഓളം തീർത്ഥാടകരാണ് ഇന്നത്തേക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നലെ 30,000-ഓളം തീർത്ഥാടകരുണ്ടായിരുന്നു. എന്തായാലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു തീർത്ഥാടകരുടെ ഒരു ജനസഞ്ചയം തന്നെ, ഭക്തജന സഞ്ചയം തന്നെ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയല്ലേ? തീർച്ചയായും അത് തന്നെ. ഈ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വഴി, അതായത് 30-ാം തീയതി വരെയുള്ള എല്ലാ സ്ലോട്ടുകളും മുഴുവനായി കഴിഞ്ഞതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തിരക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വലിയൊരു ഭക്തജന തിരക്ക് തന്നെ ഇത്തവണ മണ്ഡലകാലത്ത് ശബരിമലയിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അവർ ഓരോരുത്തരും ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. വ്രതം നോറ്റുകൊണ്ട് അവർ ആ 18-ാം പടി ചവിട്ടി കയറി വരുമ്പോൾ തന്നെ അവരുടെ ആ ഒരു മുഖമൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം അത്രയധികം ഒരേ ലക്ഷ്യം, ശബരിമല അയ്യപ്പനെ ദർശിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നേരത്തെയൊക്കെ കഴിഞ്ഞ തവണയൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ഇവിടെയുള്ള അധികൃതരൊക്കെ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ്. ഈ ഒരു മഞ്ഞും ആ ഒരു തണുപ്പും ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള ആ ശരണം വിളികളും ഒക്കെ ക്ഷേത്രമാണ്. തീർച്ചയായും ഒരു ആഘോഷത്തിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സഞ്ചയം സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും മന്ത്രിമാരുടെ അവലോകന യോഗം ചേരുന്നുണ്ട്. 11 മണിയോടെയാണ് അവലോകന യോഗം അവസാനിക്കുക. ഇതിനുശേഷം ദേവസ്വം മന്ത്രിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപനം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഏകോപനത്തിലുണ്ടായ പാളിച്ച റവന്യൂ വകുപ്പ്, പോലീസ്, അതോടൊപ്പം തന്നെ വിവിധ വകുപ്പുകൾ, ദേവസ്വം ബോർഡ്, ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് വലിയ രീതിയിലുള്ള ഒരു പോരായ്മകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ തീർത്ഥാടകർ കാനനപാതയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നത്തിന് ഇത്തവണ പരിഹാരം കാണുമെന്നാണ്. ഇത്തവണ പരിചയ സമ്പത്തുള്ള ഓഫീസേഴ്സിനാണ്, ഉദ്യോഗസ്ഥരെയാണ് 18-ാം പടിയിലേക്ക് ഉൾപ്പെടെ നിയോഗിച്ചിട്ടുള്ളതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അറിയിച്ചിട്ടുള്ളത്. ADGP കഴിഞ്ഞ ദിവസം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മേൽശാന്തിയായി അവരോധിക്കപ്പെട്ട S. അരുൺകുമാർ നമ്പൂതിരിയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി നട തുറന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് PN മഹേഷ് നമ്പൂതിരി. അദ്ദേഹം ഒരു വർഷക്കാലം അയ്യപ്പനെ സേവിച്ച ശേഷം വൈകാരികമായിരുന്നു. അദ്ദേഹം ആ പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖം നമുക്ക് കാണുവാൻ സാധിച്ചു. അദ്ദേഹം വൈകാരികമായിട്ടായിരുന്നു, ആ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ അതിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നുപോയത്. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി തന്ത്രിയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഈ നട തുറന്നു. ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങളെയാണ് നമ്മൾ നമ്മുടെ പുറകിൽ കാണുന്നത്. വലിയ തരത്തിലുള്ള ഒരു ഭക്തജന തിരക്ക്. അതിൽ കുഞ്ഞ് അയ്യപ്പന്മാർ, കന്നി അയ്യപ്പന്മാരുണ്ട്, കുഞ്ഞ് മാളികപ്പുറങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർ, അതായത് വാർദ്ധക്യം നിലനിൽക്കുമ്പോൾ ഒക്കെ തന്നെ ആ ഒരു സമയത്തും അയ്യനെ കാണണമെന്നുള്ള
ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ വകവയ്ക്കാതെ ഇങ്ങോട്ട് മലകയറി എത്തുന്നവരുണ്ട്. തീർച്ചയായും മുന്നിലുള്ള പ്രതിസന്ധികളൊന്നുമല്ല, അവർക്കൊരു ലക്ഷ്യം മാത്രമാണ്. കാലങ്ങൾ നൊയമ്പ് നോറ്റുകൊണ്ട് വ്രതശുദ്ധിയോടെ ഇവിടേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നു. എത്ര വലിയ പ്രതിസന്ധികൾ മുന്നിലുണ്ടായെങ്കിലും അതൊന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. കാനനപാതയിലൂടെ ശബരീശ സന്നിധിയിലേക്ക് എത്തുന്നു. അത് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അവർക്കെല്ലാം മനസ്സിൽ ഒരേ ഒരു വികാരം, ഒരേ ഒരു ലക്ഷ്യം, ശബരീശ ദർശനം. പുണ്യം പൂങ്കാവനമായിരിക്കുന്ന ഈ സന്നിധിയിലേക്ക് എത്തുക, ശബരീശനെ തങ്കത്തിരുകോവിലിൽ വാണരുളുന്ന സ്വാമി അയ്യപ്പനെ ഒന്ന് കാണുക, വില്ലാളി വീരനായ പന്തള രാജകുമാരനെ ഒന്ന് കാണുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ തീർത്ഥാടക സഞ്ചയമെല്ലാം തന്നെ എത്തുന്നത്. എന്തായാലും ഇന്നതിൻ്റെ തുടക്കമാണ്. വൃശ്ചിക പുലരിയിൽ കേരളം ഒന്നാകെ വലിയ രീതിയിലുള്ള ഒരു നൊയമ്പ് നോറ്റുകൊണ്ട് ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണുണ്ടായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും അതിന്റെ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. തീർച്ചയായും അത് തന്നെയാണ് ഈ ഒരു തീർത്ഥാടകരുടെ തിരക്ക്. അത് ഓരോ വർഷവും ശബരിമലയുടെ കീർത്തി അങ്ങനെ ലോകമെമ്പാടും അങ്ങനെ കീർത്തി വ്യാപിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. വർഷവും മുടങ്ങാതെ ഇങ്ങോട്ടേക്ക് എത്തുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. എന്തായാലും വരുന്ന ഭക്തജനങ്ങളോടൊക്കെ കഴിഞ്ഞ ദിവസം മേൽശാന്തി ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. വരുന്നവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ, കാനന ക്ഷേത്രമാണ്, അതുകൊണ്ട് അത് സംരക്ഷിക്കേണ്ട, ആ കാനനപാത സംരക്ഷിക്കേണ്ട ആ ഒരു കടമ ഓരോ ഭക്തജനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തണം എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം മേൽശാന്തി ഉൾപ്പെടെ തന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അതൊക്കെ ഭക്തജനങ്ങൾ ആ ഒരു കടമയൊക്കെ തന്നെ ആ കാര്യങ്ങൾ, അതായത് ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടെ ഈ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്, അതൊക്കെ ഒഴിവാക്കണമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. സന്നിധാനത്തെ അതൊരു വലിയ പ്രശ്നമായി തന്നെ ഈ ഒരു കാനന ക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. പല പദ്ധതികളും ഈ പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് ഉണ്ടാകും. നമുക്കറിയാം, ആദ്യം പുണ്യം പൂങ്കാവനം എന്നുള്ള ഒരു വലിയ പദ്ധതി ആരംഭിച്ചിരുന്നു. അതിനുശേഷം ദേവസ്വം ബോർഡ് തന്നെ ഈ പവിത്രം ശബരിമല എന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ മല കയറി എത്തുന്ന പ്ലാസ്റ്റിക്കുകളുടെ എണ്ണം ഓരോ വർഷം കഴിയുന്നവരും വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ഈ ഒരു മണ്ഡലകാലത്തും അതോടൊപ്പം തന്നെ മകരവിളക്ക് കാലത്തും ഈ ഓരോ മാസപൂജാ കാലത്തും എല്ലാം തന്നെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയായി. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനടക്കം വലിയ പ്രശ്നങ്ങളുണ്ട്. കാനന ക്ഷേത്രമാണ്, നിരവധി മൃഗങ്ങളടക്കം ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു മണ്ഡലകാലത്ത് ചർച്ച ചെയ്യേണ്ടത് എന്നതാണ്. കാരണം വരും നാളുകളിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാകാനും വലിയൊരു ദർശനത്തിനടക്കം തീർത്ഥാടകരെത്തുന്നവർക്ക് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. എന്തായാലും തിരക്ക് വലിയ രീതിയിൽ ഭക്തജന തിരക്ക് സന്നിധാനത്ത് തുടരുകയാണ്. പുലർച്ചെ 3 മണിയോടെ നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രതിസന്ധി, വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ട്. ആ തിരക്കിനെ എല്ലാം തന്നെ മറികടക്കുന്നതിനും അതോടൊപ്പം തന്നെ തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ഒരുക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക്, ക്രമീകരണങ്ങളിലേക്കൊക്കെ തന്നെ ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 18ാം പടി തന്നെയാണ്. 18ാം പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തെ അനുസരിച്ചിരിക്കും ശബരിമലയിലെ തിരക്ക് എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പല തവണയും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. അത് പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ ഗണ്യമായ ഒരു കുറവൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളാണ് മണിക്കൂറുകളുടെ ഒരു ക്യൂവിലേക്ക് വരി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എരുമേലിയിലും പമ്പയിലും നിലയ്ക്കലും എല്ലാം തന്നെ തീർത്ഥാടകരെ പിടിച്ചിടേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ, വർഷങ്ങളായി ശബരിമലയിൽ 18ാം പടിയിൽ ജോലി നോക്കുന്ന ഉദ്യോഗസ്ഥരുടെ അവരെ മേൽനോട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം തന്നെ ആദ്യ പടിയിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരും ഇങ്ങനെ 18ാം പടി കയറി വരുന്ന, അതായത് ഇരുമുടിക്കെട്ടുമായി 18ാം പടി കയറി അയ്യപ്പന്റെ സന്നിധിയിലേക്ക് എത്തുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഭക്തരുടെ സുരക്ഷയും അതിനും കൂടുതൽ അവർക്കും കരുതൽ കൊടുക്കണമെന്നുള്ള കാര്യം തന്നെയാണ്, ആ ഒരു നിർദ്ദേശം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും, ഇവിടെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയിട്ടുള്ളത്. 18ാം പടിയാണ്. നിരവധി പേർ, അതായത് ഒരേ സമയം തന്നെ നിരവധി പേരാണ് 18ാം പടിയിലൂടെ ഇങ്ങനെ കടന്നു വരുന്നത്. മുൻപൊക്കെ തന്നെ 1 മിനിറ്റിൽ 80ഓളം തീർത്ഥാടകർ
തീർത്ഥാടകർ 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തുന്നു എന്നാണ് കണക്ക്. അത് തിരക്ക് അനുസരിച്ചിട്ട് ആ എണ്ണത്തിൽ വർധനയുണ്ടാകും. തിരക്ക് കുറയുന്നതിനനുസരിച്ച് ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ശരാശരി 80,000 ഒരു മിനിറ്റിൽ 80 തീർത്ഥാടകർ സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ 18-ാം പടി കയറി എത്തുന്നു എന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായുള്ള ഒരു കണക്ക്. മുൻപൊക്കെ ആണെങ്കിൽ ഓരോ പടിയും തൊഴുത് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് കയറുന്നുണ്ട്. പക്ഷേ പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇത്തവണ എല്ലാ പടിയും തൊഴുത് കയറുവാൻ ഒരു സാധ്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയിച്ചുള്ളത്. കാരണം തിരക്ക് അത്രത്തോളം ഉണ്ട്. ഓരോരുത്തരും മനോഹരമായി സന്നിധാനം ഒന്നാകെ ഒരുക്കി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് സന്നിധാനത്തിന്റെ എല്ലാ മേഖലകളിലും വർണ്ണം വഹിക്കുന്ന ഒരു കാഴ്ചകൾ തന്നെ. അങ്ങനെ എല്ലായിടങ്ങളിലും ഭക്തിസാന്ദ്രമായ ഒരു കാഴ്ചകൾ തന്നെ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ആ ഒരു വലിയ സത്യം, തത്വമസി എന്നുള്ള ഒരു പൊരുൾ 18-ാം പടി കയറിയെത്തുന്ന ആ തീർത്ഥാടകരുടെ മനസ്സിലേക്ക് ഭഗവാനും ഭക്തനും ഒന്നാകുന്നു എന്നുള്ള ഏറ്റവും വലിയൊരു സന്ദേശം, ഏറ്റവും മഹത്തായ ഒരു സന്ദേശം, ഏറ്റവും ഹൃദ്യമായ ഒരു സന്ദേശം അത് തന്നെയാണ് ഈ പുണ്യ സങ്കേതം. ഒരുപാട് തീർത്ഥാടകരെ വീണ്ടും 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 വരാൻ കൊതിപ്പിക്കുന്ന ആ ഭഗവത് ദർശനത്തിലേക്ക് എന്നിനുള്ളിൽ തന്നെ ഭഗവാൻ ഉണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം നൽകുന്ന ആ ഒരു പുണ്യ സങ്കേതം, തത്വമസി എന്നുള്ള ആ വലിയ പൊരുൾ അത് തന്നെയാണ് ഈ കാനന ക്ഷേത്രത്തെ, പൂങ്കാവനത്തെ, അയ്യന്റെ പൂങ്കാവനത്തിൽ 18 മലകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ കാനന ക്ഷേത്രത്തെ മനോഹരമായ ദൃശ്യങ്ങളാണ്, മനോഹരമായ കാഴ്ചയാണ്, ഉള്ളം നിറയ്ക്കുന്ന ദൃശ്യങ്ങളാണ്. 41 ദിവസത്തെ വ്രതം നോറ്റുവരുന്നവർ ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ നിന്നും മാലിന്യങ്ങളെല്ലാം നീക്കി അവയെല്ലാം ഒഴുക്കിക്കളഞ്ഞ് കാനനവാസന് മുന്നിൽ എത്തി സർവവും അവിടെ സമർപ്പിച്ച് മോക്ഷം തേടുന്ന അയ്യപ്പ ഭക്തന് മുന്നിൽ വളരെ വൈകാരികമായ ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ ഒരു വാർത്തയാണ് ഇനി കൊണ്ടുവരുന്നത്. ഒരു വർഷം ശബരിമലയിൽ മേൽശാന്തിയായുള്ള അനുഭവം ജനം ടി വിയുമായി പങ്കുവയ്ക്കുകയായിരുന്നു PN മഹേഷ് നമ്പൂതിരി. ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അയ്യപ്പൻ ഒരിക്കലും കൈവിടില്ലെന്ന് മഹേഷ് നമ്പൂതിരി പറഞ്ഞു. കണ്ഠമിടറിയും കണ്ണു നിറഞ്ഞും മാത്രമേ അയ്യൻ്റെ തിരുസന്നിധിയിലെ പൂർവ്വജന്മ പുണ്യം പകരുന്ന ആ ദിവസങ്ങളെക്കുറിച്ച് PN മഹേഷ് നമ്പൂതിരിക്ക് വിവരിക്കാനാകൂ. അരുൺ കൊടുങ്ങൂരുമായി അദ്ദേഹം ഇന്നലെ പടിയിറങ്ങുന്നതിന് മുമ്പ് സംസാരിച്ചു. നമുക്കതൊന്ന് കാണാം. ഒരു നിമിഷമെങ്കിലും, ഒരു നോക്കെങ്കിലും ഭഗവാൻ സ്വാമി അയ്യപ്പനെ കാണാൻ കൊതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഒരു വർഷമായി അയ്യപ്പനൊപ്പം, അയ്യപ്പൻ്റെ സേവകനായി മണ്ഡല മകരവിളക്ക് പൂജ വേളകളിലെല്ലാം തന്നെ അയ്യപ്പൻ്റെ പൂജകൾക്ക് നേതൃത്വം നൽകിയ മേൽശാന്തിയാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തായാലും മലയിറങ്ങുകയാണ് കഴിഞ്ഞ ഒരു വർഷം. അത് ജീവിതത്തിൽ ഒരു വലിയ അനുഭവം തന്നെയായിരുന്നു. അങ്ങ് പറഞ്ഞപ്പം പൂർവ്വജന്മ സുഹൃതം എന്നാണ് അന്ന് നമ്മൾ ഇന്റർവ്യൂ എടുത്തപ്പം പറഞ്ഞിരുന്നത്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? നമസ്കാരം, സ്വാമി ശരണം. പറഞ്ഞതുപോലെ ഞാൻ PN മഹേഷ് നമ്പൂതിരി, ശബരിമല മേൽശാന്തി. തീർച്ചയായിട്ടും ഈ ഒരു വർഷ കാലത്തെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ജന്മത്തിലെ ഒരു സുഹൃതമായിട്ട് തന്നെ കരുതുന്നു. കാരണം പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ആളുകൾ മണ്ഡല ഈ തീർത്ഥാടന കാലത്ത്, പിന്നെ മാസപൂജ അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ ലോകത്തെ നാനാഭാഗത്തു നിന്നും വിവിധ തരത്തിലുള്ള ആളുകൾ, ഇനി അത് ഇപ്പം അംഗവൈകല്യം അങ്ങനെ എന്താ പറയുക, ഈ അസുഖങ്ങൾ മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു നോക്ക് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സെക്കൻഡെങ്കിലും ആ നടക്കെ ഒന്ന് നിൽക്കുക എന്ന മോഹവുമായി വരുന്ന ആളുകൾ. ഇപ്പോൾ നമ്മൾ പൂജ കഴിക്കാനൊക്കെ അകത്ത് കയറുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരേ തരത്തിലുള്ള ആളുകൾ അവരുടെ ഉള്ളിലെ ആ ഭാവവും ഇതുമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയസ്പർശിയമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈ അംഗവൈകല്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും അതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ഒരു സെക്കൻഡെങ്കിലും അയ്യപ്പനെ കാണണം എന്നുള്ള വളരെയധികം ആഗ്രഹത്തോടെ, അതും ദൂരങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്നല്ല, ഈ മറ്റ് സ്റ്റേറ്റിൽ നിന്നല്ല, ഇന്ത്യയുടെ വെളിയിൽ നിന്ന് തന്നെ ഉള്ള ആളുകൾ ഇത് മാത്രം ചിന്തയായിട്ട് ഈ അയ്യപ്പ മന്ത്രം ജപിച്ചുകൊണ്ട് വരുന്ന ഒരു കാഴ്ച, അത് വളരെയധികം ഒരു ഹൃദയസ്പർശിയായിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യം വന്ന് ഈ മണ്ഡലം ആദ്യം മേൽശാന്തിയായിട്ട് നിയമനം കിട്ടുന്ന, അത് കഴിഞ്ഞ് തന്ത്രി കലശാടി അവരോധിച്ച് അകത്തേക്ക് കൊണ്ടുപോയി ആ ശ്രീകോലകത്തേക്ക് കയറുന്ന ആ സമയം,
ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ആളുകളുടെ മനസ്സിലൂടെ കടന്നു പോവാണ്. കാരണം അവർക്ക് ആ വെളിയിൽ നിന്ന് തൊഴുത് അവര് ഈ വളരെയധികം ആനന്ദം, ഒരു സെക്കൻഡ് ആണെങ്കിലും അപ്പൊ നമുക്ക് കിട്ടിയ ആ ഭാഗ്യത്തെ കുറിച്ച് ശിവലോകത്തിരുന്ന് വളരെയധികം ചിന്തിച്ചിട്ടുണ്ട് പല സമയത്തും. അതുപോലെ ഇപ്പൊ ഇവിടുത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മണ്ഡല സീസൺ, അത് കഴിഞ്ഞ് മാസപൂജ, ഇതെല്ലാം കഴിഞ്ഞ് തനിയായിരിക്കുന്ന സമയത്ത്, തനിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട സെക്യൂരിറ്റി മറ്റ് ആളുകൾ മാത്രമേ കാണുള്ളൂ. മറ്റ് ബഹളങ്ങളോ യാതൊന്നും ഇല്ലാണ്ട് പ്രകൃതി രമണീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഈ യോഗനിദ്രയിൽ അങ്ങനെ ഇരിക്കുന്ന അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുത്ത സ്ഥലം ഏതുകൊണ്ടും നമുക്ക് അനുഭവത്തിൽ വരികയാണ്. കാരണം മറ്റ് ശല്യങ്ങളൊന്നുമില്ല, പ്രകൃതി തന്നെ അതിന് വേണ്ട എല്ലാം ഒരുക്കി തന്നിരിക്കുന്നത് പോലെ. ഇപ്പൊ എളുപ്പകാലത്തൊക്കെ ഇപ്പൊ അവിടെ പോയിരിക്കുമ്പോൾ ഈ കുയില് അല്ലെങ്കിൽ ചില കിളികളുടെ ശബ്ദങ്ങള്, അവരും വാസ്തവത്തില് ഈ പറഞ്ഞതുപോലെ ദിവസവും ഈ നട തുറന്ന് പൂജകളുള്ള അമ്പലങ്ങളില് നിർമ്മാല്യത്തിന് മുമ്പ് ഈ പറഞ്ഞ പോലെ സോപാനം അഷ്ടപതി പാടി ഭഗവാനെ ഉണർത്തുന്നു എന്ന് പറഞ്ഞ പോലെ അവരുടെ ആ ഭാവനയില് ഈ കിളികളും എല്ലാം ആ ഭഗവാനെ, യോഗനിദ്രയിലിരിക്കുന്ന ആ ഭഗവാന് അത് എന്താ പറയാ, സംഗീതം ഇതെല്ലാം കേട്ട് അങ്ങ് ലയിക്കണു നമ്മൾ എന്ന് പറഞ്ഞതുപോലെ ആ യോഗനിദ്രയ്ക്ക് യാതൊരു ഭംഗവും വരാതെ അതിന് കൂടുതൽ പ്രചോദനമായിട്ട് അവരുടെ രീതിയിൽ അവരും ഇപ്പൊ അണ്ണാർക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ പ്രകൃതി മുഴുവൻ. അതുപോലെ ചില സമയത്ത് ചില ദിവസങ്ങളില് കോടമഞ്ഞ അങ്ങോട്ട് നിറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് ഹിമാലയം അങ്ങനെയൊക്കെ പോലെയുള്ള സ്ഥലത്താണോ എന്നുവെച്ചാൽ മറ്റൊരു ചിന്തകളും വരണില്ല. ഇതിന്റെ ഈ പ്രകൃതിയും പിന്നെ ഭഗവാനും നമ്മൾ മാത്രം എന്നുള്ള ഒരവസ്ഥ അങ്ങനെ ചിന്തിച്ചിരിക്കുക. അത് വാസ്തവത്തില് ഈ പറഞ്ഞതുപോലെ വളരെ ശൂന്യമായ ഒന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഈ നമ്മുടെ ഇത് ഗൃഹസ്ഥനാണെങ്കിൽ പറയേ വേണ്ട, ഓരോരോ ജോലി തിരക്ക്, മറ്റ് പ്രാരബ്ധങ്ങള്, ഈ ചിന്തകൾ യാതൊന്നും ഇതുപോലെ അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് നമ്മളൊരു പ്രത്യേക അവസ്ഥയിൽ എന്ന് തോന്നുന്ന പോലെ അങ്ങനെയുള്ള ഈ അനുഭവങ്ങള് പിന്നെ ഈ ഭഗവാന് ഈ പറഞ്ഞതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പുണ്യം എല്ലാ സമയത്തും എന്ന് പറഞ്ഞ പോലെ. കാരണം പറഞ്ഞില്ലേ, ഇതിപ്പോ ഈ അടുത്തിടെ തന്നെ ഇതിപ്പോ ഈ വാട്സപ്പിൽ ഇതൊക്കെ വന്നതാണ്, 2 കൈയും ഇല്ലാത്ത ഒരാള്, അദ്ദേഹം ഈ കെട്ടൊക്കെ ഈ ഇത് കൊണ്ട് തുണി കൊണ്ട് കെട്ടി അങ്ങനെ ആ കെട്ട് തലയിൽ വെച്ച് അങ്ങനെ, എന്നിട്ട് അതില് ആ താഴ്ത്ത് ഈ ചോദിച്ചിരിക്കുന്ന കാര്യം വളരെ ഹൃദയസ്പർശിയാണ്. അദ്ദേഹം എന്തായിരിക്കും ഈ അയ്യപ്പനോട് ചോദിക്കുക, അത് വളരെ അത് തന്നെയാണ് ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരുപാട് അനുഭവങ്ങൾ. ഖണ്ഡങ്ങൾ ഇടറി മാത്രമേ അങ്ങക്ക് പറയാൻ കഴിയൂ. ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ ഒരുപാട് പാഠങ്ങൾ, അതോടൊപ്പം തന്നെ ഭഗവാനും അങ്ങയും തന്നെയുള്ള ഒരുപാട് നിമിഷങ്ങൾ. ആ നിമിഷങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യങ്ങൾ അങ്ങക്ക് എങ്ങനെയാണ് ഇവിടെ അനുഭവപ്പെട്ടത്? തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ മറ്റ് ഈ എന്താ പറയാ, ഒരേ കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി ഭഗവാൻ ഈ പാകപ്പെടുത്തി എടുക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഈ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം മാറി ആശ്രയം ഞാൻ തന്നെയാണ്, കൂടെയുണ്ട് എന്ന ഒരനുഭവം തീർച്ചയായിട്ടും എല്ലാ സമയങ്ങളിലും ഈ പറഞ്ഞതുപോലെ മറ്റ് ചിന്തകളൊന്നും ഇല്ലാണ്ട് അയ്യപ്പനും നമ്മൾ മാത്രം എന്നുള്ള രീതിയിൽ ഭഗവാന്റെ വാക്കുപോലെ തന്നെ തത്വമസി എന്ന് പറയുന്ന പോലെ ഞാനും നീയും ഒന്ന് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കാടിന്റെ നടുക്കാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള അനുഭവം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഭയം അല്ലെങ്കിൽ മറ്റേ ഇതൊന്നും വേണ്ട, കൂടെയുണ്ട്. അതുപോലെ തന്നെയാണ് ഭക്തനും ഭഗവാനും ഒന്ന് എന്ന് പറയുന്ന ഒരു വലിയ ക്ഷേത്രം തന്നെയാണല്ലോ. അപ്പൊ അതിന്റെ പ്രത്യക്ഷത്തില് ആ ഭഗവാൻ കാണിച്ചു തരികയാണ്. മറ്റ് യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല. ഇവിടെ പറഞ്ഞ ഈ പറഞ്ഞതുപോലെ ധ്യാനം ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ എന്നിൽ എത്തിച്ചേരാം, അല്ലെങ്കിൽ എൻ്റെ ധർമ്മം പ്രചരിപ്പിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ കൂടെ നിന്ന് പ്രചോദനമുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അനവധി ഈ പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇറങ്ങുന്ന ഈ വേളയിൽ, പടിയിറങ്ങുന്ന ഈ ഒരു വേളയിൽ ഭക്തരോട്, പ്രേക്ഷകരോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും ആദ്യം സൂചിപ്പിച്ച പോലെ ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, പരദേവതാ പ്രസാദം, ഇഷ്ടദേവതാ പ്രസാദം, അതുപോലെ അനേകമായിട്ടുള്ള മഹത്തുക്കളായ സജ്ജനങ്ങളുടെ പ്രാർത്ഥന, ഇതിൻ്റെ എല്ലാം ഫലമാണ് തീർച്ചയായിട്ടും ഈ ഉള്ളവനും ഈ പീഠത്തിൽ ശാന്തിയായിട്ട് 1 വർഷക്കാലം. പിന്നെ അതുകൂടാണ്ട് സർവോപരി ജഗദീശ്വരനായിട്ടുള്ള കലിയുഗവരതനായ ശ്രീധർമ്മശാസ്താവിൻ്റെ നിശ്ചയം തന്നെയാണ്. അതിന് കാരണം പറഞ്ഞില്ലേ, ഇപ്പോൾ ഓരോ വർഷവും ഇപ്പോൾ ഈ ആദ്യത്തെ നറുക്ക് അല്ലെങ്കിൽ 5ാമത്തെ
അയ്യപ്പന്മാർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ 10 തവണയായി കൊടുക്കണു, 11ാമതാണ് ഇത്. അങ്ങനെ നമ്മൾ അതിൻ്റെ എണ്ണം പിടിക്കുക അതിൻ്റെ ആവശ്യമില്ല. സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയാണ് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആൾ തന്നെയാണ് എന്നുള്ളത് ഓരോ വർഷവും ഊട്ടി ഉറപ്പിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടാത്ത ആളിൽ വിഷമിക്കേണ്ട കാര്യമില്ല, കിട്ടിയ ആളിൽ അധികം ഞാനാണ് അങ്ങനെ ഇത് അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം ഭഗവത് നിശ്ചയങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള ഈ പാദസേവ ചെയ്യാനുള്ള ഈ അവസരങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുക, അതിനു വേണ്ടി ഈ ഭഗവാനെ ആശ്രയിക്കുക. അതുപോലെ ഭക്തജനങ്ങളോട് പറയാനുള്ളത്, ഈ പറഞ്ഞതുപോലെ യാതൊന്നും വിചാരിക്കേണ്ട പല ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ അത് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇവിടുന്ന് അങ്ങോട്ട് പമ്പയിലേക്ക് ഇറങ്ങുമ്പോൾ അധികം ഇറക്കമാണ്, അവിടെ നിന്ന് കൂടി കയറുമ്പോൾ ഒക്കെ മല കയറുവാണ്. അപ്പോൾ ഒരു കയറ്റം ഇറക്കം എന്ന് പറഞ്ഞതുപോലെ അത് ഭൂമിയുടെ അല്ലെങ്കിൽ ഏത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ സ്വഭാവമാണ് 2 തരത്തിലുള്ളത് എന്നുള്ളത്, നന്മ തിന്മ എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ ധർമ്മം ഭഗവാൻ പറഞ്ഞിരിക്കുന്ന സത്യമായിട്ടും നീതി മറ്റു കാര്യങ്ങളിലൂടെ ഉറച്ച വിശ്വാസത്തോടെ സേവിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ വാക്യം അത് തന്നെയാണുള്ളത്. 18 പടി കയറി വന്ന് വാസ്തവത്തിൽ ആ തത്വമസി എന്നുള്ള വാക്യം ഈ പറഞ്ഞ പോലെ മറ്റു ക്ഷേത്രങ്ങളിൽ എല്ലായിടത്തിൻ്റെ നിയമം ഒന്നാണെങ്കിലും ഇവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുകയല്ല, പ്രത്യക്ഷ അനുഭവങ്ങൾ എത്ര പേർക്ക്. സംശയിക്കേണ്ട, നിന്റെ ഉള്ളിലും ഞാൻ തന്നെയാണ്, ഇത്ര വിഷമമായി ഇങ്ങനെ നടന്നു വന്ന് എന്നൊക്കെ നമുക്ക് തോന്നണമെങ്കിലും ആ 18ാം പടി കയറി വന്ന് ആ വാചകവും ഭഗവാനെയും കാണുമ്പോൾ നമ്മൾ സകലതും മറക്കുവാണ്. അപ്പോൾ അതിൻ്റെ പൊരുൾ ഇത് തന്നെയാണ്, രണ്ടിലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. അത് എവിടുന്ന് പുറപ്പെട്ടോ അവിടെ തന്നെ ലയിക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന രീതിയിലാണ് ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന ഭഗവാൻ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണിച്ചു തരാണ്. ഭക്തജനങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഭഗവാനെ ആശ്രയിച്ച് കാത്തിരിക്കുക, അതിൻ്റെ അനുഗ്രഹം തീർച്ചയാണ്. ശരി, അത് തന്നെയാണ്. കണ്ണുകൾ നിറയാതെ, കണ്ടങ്ങൾ ഇടറാതെ ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക്, അത്ര വൈകാരികമായ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. എന്തായാലും പൂർവ്വജന്മ സുഹൃത്തമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു സാഹചര്യം കൂടി. കാരണം അത്ര പുണ്യം ചെയ്ത ഒരു ജന്മം, ഭഗവാനൊപ്പം ഒരു വർഷം നിൽക്കുക എന്നുള്ള ഏറ്റവും പവിത്രമായ, ഏറ്റവും ധന്യമായ ആ മുഹൂർത്തത്തിൽ നിന്നാണ് പടിയിറക്കുന്നത്. എന്തായാലും ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്ന അല്ലെങ്കിൽ വലിയൊരു അനുഭവം തന്നെയാണ് സ്വാമി അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ നിന്നും അയ്യപ്പന്റെ തിരുസന്നിധിയിൽ നിന്നും ഈ മേൽശാന്തിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അത് തന്നെയാണ് അദ്ദേഹം പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കും. ക്യാമറമാൻ അനീഷിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം. ഈ വൃശ്ചിക മാസത്തിൽ ജനന്റിയുടെ കെട്ടും മട്ടുമൊക്കെ വളരെ നന്നായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റുകൾ വരുന്നത്. ആ നിലയിലാണ് നമ്മൾ അതേ പ്രാധാന്യം തന്നെ കണക്കിലെടുത്താണ് ഇന്ന് ഞങ്ങൾ വാർത്ത വായിക്കുന്നവർ പോലും ആ വേഷത്തിൽ പോലും ആ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് കറുപ്പെടുത്ത് നിൽക്കാം എന്ന് തീരുമാനിച്ചത്. സാറിൻ്റെ തീരുമാനം. എന്തായാലും വൃശ്ചിക പൂമ്പുലരിയിലെ പ്രത്യേക പുത്തമ്പുലരി തുടങ്ങുകയാണ്. അല്പസമയത്തിനകം നമ്മളോടൊപ്പം ഒരു വിശിഷ്ട അതിഥി ചേരും, ഡോക്ടർ MG ശശിഭൂഷൺ. അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നത്, ഞങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിച്ചത് എന്ന് മാത്രമല്ല, ശബരിമലയിൽ ഒട്ടേറെ തവണ പോയി ശബരിമല വിശേഷങ്ങൾ, ശബരിമല ഉത്സവം, ശബരിമല മണ്ഡലകാലം, ശബരിമല മകരവിളക്ക് ഉത്സവം അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനാണ്. പിന്നീടാണ് അദ്ദേഹം അധ്യാപനത്തിലേക്കും കോളേജ് അധ്യാപകനായും പിന്നെ ലോകമറിയുന്ന എഴുത്തുകാരനായി, ചരിത്രകാരനായി, ക്ഷേത്രങ്ങളെക്കുറിച്ച് പഠിച്ച് പുസ്തകങ്ങൾ എഴുതുന്ന അറിയപ്പെടുന്ന എഴുത്തുകാരനായി മാറുന്നത്. വിശേഷണങ്ങൾ ഒട്ടനവധിയുണ്ട് ഡോക്ടർ MG ശശിഭൂഷണ്. അതിനു മുമ്പ് നമുക്ക് നിലയ്ക്കലിലെ കാഴ്ചകൾ ഒന്ന് കണ്ട് വേഗം മടങ്ങിയെത്താൻ മിഥുൻ മുരളി ചേരുന്നുണ്ട് നിലയ്ക്കലിൽ നിന്ന്. മിഥുൻ, നമസ്തേ, സ്വാമി ശരണം, സുപ്രഭാതം. എങ്ങനെയുണ്ട് നിലയ്ക്കലിലെ കാഴ്ചകൾ? ഒഴുക്ക് തുടരുക തന്നെയാണോ? എന്തൊക്കെയുണ്ട്? അതുപോലെ തന്നെ ഭക്തർക്കുള്ള സൗകര്യങ്ങൾ എങ്ങനെ? പ്രതിപിള്ള വിനോദ്, സ്വാമി ശരണം. എന്തായാലും വൃശ്ചിക പുലരിയിൽ ശരണപാതകളെല്ലാം അയ്യപ്പന്മാരെ കൊണ്ട് തിങ്ങി നിറയുകയാണ്. നിലയ്ക്കലിലും തിരക്കുണ്ട്, തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ രാത്രിയിലും വലിയ രീതിയിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു എന്നാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത്. ഇപ്പോൾ ഓരോ KSRTC ബസ്സുകളിലായിട്ട്, ഷട്ടിൽ സർവീസുകളിലായിട്ട് പമ്പയിലേക്ക് അയ്യപ്പന്മാരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും പമ്പയിൽ നിന്നും ബസ് തിരികെ വരുന്നുണ്ട്, അയ്യപ്പന്മാർ മടങ്ങിയെത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അയ്യപ്പന്മാരുമായിട്ടുള്ള ഷട്ടിൽ സർവീസുകൾ ഇവിടെ നിന്ന് പോകുന്നുമുണ്ട്. ഇന്നലെ ഇരുന്ന് മാത്രം യാത്ര ചെയ്യാനുള്ള സൗകര്യം ബസ്സുകളിൽ അയ്യപ്പന്മാർക്ക് ലഭിച്ചിരുന്നു എന്നെങ്കിൽ ഇന്ന് തിരക്ക് കൂടിയ സാഹചര്യത്തിൽ നിന്നും യാത്ര ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് അയ്യപ്പന്മാർ മാറുന്നുണ്ട്. ഓരോ നിമിഷവും ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ ബസ്സുകൾ ഇവിടെ നിന്നും പമ്പയിലേക്ക്
ബസ്സിലേക്ക് പുറപ്പെടുന്നുണ്ട്. ബസ്സുകളെല്ലാം തിങ്ങി നിറഞ്ഞ് അയ്യപ്പന്മാരാൽ തിങ്ങി നിറഞ്ഞുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത്. തിരക്കുണ്ട്, തിരക്ക് പക്ഷേ നിയന്ത്രണ വിധേയമാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് തിരക്ക് മാറുന്നുമില്ല. ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടുകളെല്ലാം ഇതിനോടകം തന്നെ ഫില്ലായിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6-ലധികം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഇതിനോടകം തന്നെ ഫില്ലായിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റു പാർക്കിംഗ് ഗ്രൗണ്ടുകൾ 17 എണ്ണത്തിൽ മിക്കതും 90% മുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. പമ്പയിലും നിലയ്ക്കലും ഇനിയുള്ള മണിക്കൂറുകളിലും തിരക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഇവിടെ നിലയ്ക്കൽ അയ്യപ്പന്മാരെ കൂടുതൽ സമയം തമ്പടിക്കാൻ അനുവദിക്കാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമായിട്ട് തന്നെ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ക്രമാതീതമായി അധികം കൂടുതൽ ഭക്തർ ഇവിടെ തിങ്ങി നിറയുന്ന സാഹചര്യമില്ല. ഓരോ സമയത്തും ബസ് നോക്കി നിൽക്കുന്ന സ്വകാര്യ വാഹനങ്ങളിലെത്തി പമ്പയിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാർ കുറച്ച് സമയമുണ്ടാകുന്ന ഒരു തിരക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ രാത്രിയിൽ ഇവിടെ ജോലി ചെയ്തിരുന്ന KSRTC ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നമ്മളുമായി സംസാരിച്ചപ്പോൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വരുന്ന വഴികളിൽ പത്തനംതിട്ടയിൽ നിന്നും രാവിലെ നമ്മൾ നിലയ്ക്കൽ വരെ എത്തുന്ന വഴിയിലും അയ്യപ്പന്മാരുടെ വാഹനങ്ങളുടെ ബാഹുല്യം അങ്ങനെ അനുഭവപ്പെടുന്നില്ല. വാഹനങ്ങളുണ്ട്, പക്ഷേ അത് വലിയ തിരക്കിലേക്കോ വാഹനങ്ങളുടെ തിരക്കിലേക്കും പോകുന്നില്ല എന്നുള്ള കാഴ്ചയാണ് നമുക്ക് രാവിലെ കാണാൻ കഴിഞ്ഞത്. നിയന്ത്രണ വിധേയമായിട്ടുള്ള ഒരു സുഗമമായിട്ടുള്ള തീർത്ഥാടനം സാധ്യമാകുന്നുണ്ട് ആദ്യ ദിവസം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടുത്തെ സൗകര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പലയിടങ്ങളിലും ചെളി പൂണ്ടിട്ടുണ്ട്. അതൊരു അസൗകര്യമായിട്ട് അയ്യപ്പന്മാർക്ക് അനുഭവപ്പെടുന്നുമുണ്ട്. ഈ പരാതി നേരത്തെയും ഉയർന്നതാണ്. പല പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ 17 എണ്ണത്തിൽ മിക്കയിടത്തും മണ്ണ് ഇട്ട് ഉറപ്പിച്ച് സുഗമമായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ള പരാതി നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് ശരിവെക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കാഴ്ചകൾ മാറുന്നുമുണ്ട്. രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോൾ മിക്കയിടത്തും ചെളി പൂണ്ടിട്ടുണ്ട്. അതൊരു അസൗകര്യമായിട്ട് തീർത്ഥാടകർക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിനും പാർക്ക് ചെയ്തതിനു ശേഷം ആ വഴി സഞ്ചരിക്കുന്നതിനുമൊക്കെ അസൗകര്യം ഉണ്ടാക്കുന്നു എന്നുള്ള പരാതികൾ അവരിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ പല ടോയ്ലറ്റുകളിലും ടാപ്പുകൾ സംവിധാനം പ്രവർത്തിക്കുന്നില്ല. വെള്ളം കൃത്യമായി തന്നെ ടോയ്ലറ്റുകളിലേക്ക് എത്തുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ള പരാതികളും അയ്യപ്പന്മാരിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതെല്ലാം അവസാന വട്ടമാണ് ഈ അറ്റകുറ്റപ്പണികളെല്ലാം എല്ലാ തവണയും പോലെ തന്നെ സർക്കാർ നടത്തിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതികൾ, ആക്ഷേപങ്ങൾ ഈ തീർത്ഥാടന കാലം തുടങ്ങിക്കഴിഞ്ഞും ഉണ്ടാകുന്നത്. ടോയ്ലറ്റുകളിൽ പലയിടത്തേക്കും ബക്കറ്റുകളിൽ വെള്ളം എടുത്ത് ശുചിമുറികളിലൊക്കെ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു എന്ന് അയ്യപ്പന്മാർ ഇന്നലെ ഇവിടെ എത്തിയ അയ്യപ്പന്മാർ പറയുന്നുണ്ട്. അത് ഉടൻ പരിഹരിക്കുമെന്നാണ് നമുക്ക് ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ. ഇതിന്റെ അറ്റകുറ്റപ്പണികൾ എടുത്തിരിക്കുന്ന കരാർ നടപടികൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ചില പരാതികൾ ഉയരുന്നുണ്ട്. പിന്നീട് വേണ്ടത് ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് സർക്കാരും ദേവസ്വം ബോർഡും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമായി അയ്യപ്പന്മാർക്ക് സുഗമമായിട്ടുള്ള തീർത്ഥാടനം സാധ്യമാകുന്നതിന് വേണ്ടി പ്രയോജനപ്പെടും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും തിരക്ക് ഇവിടെ നിയന്ത്രണ വിധേയമായിട്ട് തന്നെ പോകുന്നു. ബസ്സുകളിലേക്ക് അയ്യപ്പന്മാർ കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും ബസ്സുകൾ പമ്പയിൽ നിന്ന് വരുന്നുണ്ട്. ഓരോ നിമിഷത്തിലും പമ്പയിൽ നിന്ന് 3-4 ബസ്സുകൾ ഒരേ സമയം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഒരേ സമയം തന്നെ 3-4 ബസ്സുകൾ ഇവിടെ നിന്ന് പമ്പയിലേക്കും പോകുന്നുണ്ട്. നിരക്ക് നിയന്ത്രണ വിധേയമായിട്ട് നിലനിർത്താൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥരും KSRTC ഉദ്യോഗസ്ഥരും എല്ലാം പണിപ്പെട്ട് അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപിള്ള. ശരി, മിഥുൻ മുരളിയാണ് നിലയ്ക്കലിലെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇപ്പോഴും ചെളിയിൽ പൂണ്ട തീർത്ഥാടന പാതയും സൗകര്യങ്ങളുമാണ്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്നുള്ള വാക്കുകൾ മുഖവിലക്കെടുത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അടക്കം അഭിമുഖം സംപ്രേഷണം ചെയ്തത്. പ്രത്യേക പുത്തൻപുലരി തുടരുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ MG ശശിഭൂഷൺ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ശശിഭൂഷൺ, നമസ്തേ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് അങ്ങയെ അവതരിപ്പിക്കുന്നത്. കാര്യം ഞങ്ങളെപ്പോലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ശബരിമല തീർത്ഥാടനം ഒട്ടനവധി തവണ അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഒരു സീസണിൽ തന്നെ പലവട്ടം മലയാള മനോരമയ്ക്കായി മല കയറി റിപ്പോർട്ട് ചെയ്തയാളാണ്. അതിനുശേഷം ഞങ്ങൾക്കും പിന്നെ ഭാവി തലമുറയ്ക്കും കാത്തുവെക്കാനായി ഒട്ടനവധി സൃഷ്ടികൾ സമ്മാനിച്ച ആളുമാണ്. പലപ്പോഴും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് വിഷയം വന്നാലും ഓടിയെത്തുന്നത് കവടിയാറിലെ അങ്ങയുടെ വസതിയിലേക്കാണ്. നമുക്ക് വരുന്ന തെറ്റുകൾ പോലും നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, ഏതാണ് ശരി എന്നൊക്കെ അറിയാൻ നമ്മൾ ആശ്രയിക്കുന്ന ശശിഭൂഷൺ സാറിനെയാണ്. അത് മാത്രമല്ല, അദ്ദേഹം പറയുകയായിരുന്നു സന്നിധാനത്ത് പലവട്ടം പോയിട്ടുണ്ട്. അന്ന് ഈ സാങ്കേതിക വിദ്യകളൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഫോൺ പോലും ഉണ്ടോ എന്ന് സംശയം. അവിടെ റേഞ്ച് ഇല്ലല്ലോ. അപ്പൊ അതാണ് വാർത്തയായി എങ്ങനെ എത്തിക്കുന്നു, അതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അതെ, അപ്പോൾ ആദ്യം തന്നെ മണ്ഡലകാലം, നമ്മൾ പലതരത്തിൽ പാട്ടുകളുണ്ട്, നമ്മൾ പലതും പറയുന്നു, പ്രസംഗിക്കുന്നു. എന്താണ് മണ്ഡലകാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു തുടങ്ങാം. സ്വാഗതം സർ. നമസ്തേ. നമസ്തേ.
കേരളത്തെ ഭക്തി സാന്ദ്രമാക്കുന്നതിൽ ഈ മണ്ഡലക്കാലം അതിപ്രധാനമായൊരു പങ്കാണ് വഹിക്കുന്നത്. വൃശ്ചിക 1-ാം തീയതി മുതൽ ഒരു 48 ദിവസം നീണ്ടു നിൽക്കുന്ന ആ കാലത്തെയാണ് മണ്ഡലക്കാലമെന്ന് മലയാളികൾ വിശേഷിപ്പിക്കാറുള്ളത്. ആദ്യകാലത്ത് ശബരിമലയിൽ ഈ മകരവിളക്കിനായിരുന്നു പ്രാധാന്യം. അന്ന് മകരവിളക്കിന് തൊട്ട് മുമ്പുള്ള ഒരു 4-5 ദിവസങ്ങൾ മാത്രമാണ് ഈ ഭക്തന്മാർ തീർത്ഥാടകരായിട്ട് അവിടെ പോയിട്ടുള്ളത്. പിന്നീട് ക്രമേണ അവിടെ തിരക്ക് വർദ്ധിക്കുകയും കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ എത്തുകയും ചെയ്തതോടുകൂടിയാണ് ഈ മണ്ഡലക്കാലത്തിനും മണ്ഡല വിളക്കിന് കൂടി ശബരിമല തുറന്നു കൊടുക്കാൻ തുടങ്ങിയത്. അത് കേരളം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു. പക്ഷേ ഈ മണ്ഡലക്കാലം എന്ന് പറയുമ്പോൾ ശബരിമലയിലാണ് പ്രധാനമായി നമ്മുടെ ശ്രദ്ധ എത്തുന്നതെങ്കിലും കേരളം മുഴുവൻ അന്ന് വിശുദ്ധിയുടെ നാളുകളാണ്, ഭക്തി സാന്ദ്രതയുടെ നാളുകളാണ്. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലെല്ലാം അന്ന് കളമെഴുത്തും പാട്ടും കാണും, അല്ലെങ്കിൽ കളമെഴുത്തെങ്കിലും കാണും. ഇപ്പോഴും ആ പതിവ് തുടരുന്നുണ്ട്, വളരെ ചെറിയ തോതിലൊക്കെ ആണെങ്കിൽ പോലും. ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടയത്തെ താഴത്തങ്ങാടിയിലെ തളി ക്ഷേത്രം, ആ തളി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശിവനാണ്. പക്ഷേ ഈ 48 ദിവസവും ആ തളി ക്ഷേത്രത്തിലെ ഉപദേവതയായ ചെറുവള്ളിക്കാവിൽ അമ്മയുടെ ഒരു ഉപദേവതാ സ്ഥാനമുണ്ട്. ആ ഉപദേവതാ സ്ഥാനത്തിൻ്റെ മുമ്പ് ഒരു കളമെഴുത്തുണ്ടാവും. അതിന് പതിവായി അതിന് അവകാശമുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരാളായിരിക്കും വന്ന് ഈ കളമെഴുതിയിട്ട് ഒരു പൂജയും പാട്ടും ഒക്കെ പേരിനെങ്കിലും നിർവഹിച്ചിട്ട് പോകുന്നത്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഈ മണ്ഡലകാലം മുഴുവൻ കളമെഴുത്തും പാട്ടും ഇന്നും നടന്നു വരുന്നു. അതുപോലെ തന്നെ വീടുകളിൽ അമ്പലങ്ങളിൽ പോകാൻ സാധിക്കാത്തവരുണ്ട്, തീർത്ഥാടനം നടത്താൻ കഴിയാത്തവരുണ്ട്, രോഗികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. പക്ഷെ അവരെല്ലാം തന്നെ ഈ മണ്ഡലക്കാലത്തെ വിശുദ്ധിയുടെ നാളുകളായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് ഈ മണ്ഡലക്കാലത്തിന് ഇത്ര പ്രാധാന്യം വന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് ചരിത്രകാലം മുതലെങ്കിലും ഈ ഒരു ആചരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് ഈ ദിവസങ്ങളിൽ ശബരിമല മാറുകയാണ്. ഇപ്പം ആദ്യകാലത്തൊക്കെ ശബരിമല എത്താൻ തന്നെ പ്രയാസമായിരുന്നു. എരുമേലി വഴിയാണ് പോകേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പുതിയ പാത വന്നത്. കുറെ കൂടി എളുപ്പത്തിൽ അവിടെ എത്താം. അന്നൊക്കെ കോട്ടയത്തെ പത്രപ്രവർത്തകരുടെ ചുമതലയാണ് ശബരിമലയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കേരളീയരെ അറിയിക്കുക എന്നുള്ളത്, മലയാളികളെ അറിയിക്കുക എന്നുള്ളത്. ഞാൻ 1974 ശബരിമലയിൽ പോകുന്നത്. ഇടയ്ക്ക് പറയട്ടെ, ഞാൻ മാധ്യമപ്രവർത്തകനായി പോയിട്ടുണ്ട്, വിശ്വാസിയായി പോയിട്ടുണ്ട്, ഇരുമുടിക്കെട്ടുമായിട്ട് പോയിട്ടുണ്ട്, അതുപോലെ ഗവേഷകനായിട്ട് പോയിട്ടുണ്ട്, ചരിത്രകാരനായിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വൈവിധ്യങ്ങളിലെല്ലാം ഞാൻ ആഹ്ലാദിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഞാൻ 1974 പോകുന്നത്. അന്നും ധാരാളം ആളുകൾ ശബരിമലയിൽ വരും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, കർണാടകത്തിൽ നിന്നുള്ള ആളുകളും വരാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ കോട്ടയത്തെ പത്രപ്രവർത്തകർ ഇതിനെ അവരുടെ ഒരു ദൗത്യമായിട്ട് ഇതിനെ ഏറ്റെടുത്തിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, KM റോയി എന്ന് പറയുന്ന അന്നത്തെ പ്രസ് ക്ലബ് പ്രസിഡൻറ്റ്, അദ്ദേഹമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പെരിയ സ്വാമി. ആ പെരിയ സ്വാമി, അതുപോലെ ജോസഫ് മാടപ്പള്ളി, അതുപോലെ UNAയുടെ റിപ്പോർട്ടറാണ് അദ്ദേഹം. അന്ന് ഹിന്ദുവിന് വേണ്ടിയിട്ടാണ് KM റോയി റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഞങ്ങളുടെ കൂടെ ദേശാഭിമാനിയിലെ പണിക്കരി ഏട്ടനുണ്ടാവും. ഞങ്ങളുടെ ഈ യാത്ര തന്നെ വളരെ ഒരു രസകരമായ ഒരു യാത്രയാണ്. അപ്പോൾ ഒരു തവണ ഈ തിരുവാഭരണ ഘോഷയാത്ര നടക്കുകയാണ്. അപ്പോൾ തിരുവാഭരണ ഘോഷയാത്രയിൽ അതിങ്ങനെ ആചാരപൂർവ്വം പന്തളം കൊട്ടാരത്തിൽ നിന്ന് അയ്യപ്പസ്വാമിയെ ഒരുക്കാനുള്ള ആഭരണങ്ങളുമായിട്ട് വരികയാണ്. അപ്പോൾ ഈ കാനനപാതയിൽ കൂടി ഇതിങ്ങനെ മുന്നേറുമ്പോഴത്തേക്കും ഇതിനെ അകമ്പടി സേവിക്കാനെന്നോണം കൃഷ്ണപ്പരുന്തുകൾ വന്നു. അപ്പോൾ ഈ കൃഷ്ണപ്പരുന്തുകൾ എവിടെ നിന്ന് വരികയാണ്, ഇതിനെ ആരെങ്കിലും തുറന്നു വിടുകയാണോ എന്നൊക്കെ സംശയിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. അത് കഴിഞ്ഞിട്ട് ഈ തിരുവാഭരണങ്ങളിൽ പടി കയറി കത്തിക്കഴിയുമ്പോഴത്തേക്കും അവ അപ്രത്യക്ഷമാവുകയാണ്. അതിനെയൊക്കെ ഞങ്ങൾ എത്രയധികം ആഹ്ലാദത്തോടെയും അത് ഈ വായനക്കാരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പിന്നീടത്തെ ശ്രമം. ഇന്നത്തെ പോലെ അന്ന് ടെലിഫോൺ പ്രവർത്തിക്കില്ല. ആകപ്പാടെ ഇടയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു കോൾ വരിക, അല്ലെങ്കിൽ വളരെ പ്രയാസമാണ്. കുറച്ച് സമയമേ കിട്ടുകയുള്ളൂ. എല്ലാ പത്രക്കാർക്കും അല്പാൽപ്പ സമയം കൊടുക്കും. ഇതിനിടയ്ക്ക് മത്സരമുണ്ട്.
ശബരിമലയെ പറ്റിയുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത എത്തിക്കുന്നത് ഞാനാണ് എന്ന് ആകണം എന്ന കാര്യത്തിൽ ഓരോ പത്രപ്രവർത്തകർക്കും വാശിയുണ്ടായി. ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തിരുവാർപ്പ് ബാലൻചേട്ടൻ എന്ന് പറഞ്ഞ ഒരു പെരിയ സ്വാമി അന്ന് ഞങ്ങൾക്കൊക്കെ വഴികാട്ടിയായിട്ടുണ്ട്. അദ്ദേഹം ഒരേ സമയം മാധ്യമപ്രവർത്തകനുമാണ്, അദ്ദേഹം ശബരിമലയുടെ ഒരു അപ്രഖ്യാപിത അംബാസിഡറുമായിട്ട് മാധ്യമങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും. അങ്ങനെ ഒരുപാട് സ്മരണകൾ ഓർക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആയിരക്കണക്കിന് ഭക്തന്മാർ അവിടെ അവരുടെ ആ ഒരു സമർപ്പണം, അവരുടെ കേടൽ, അവരുടെ പ്രാർത്ഥന, അവരുടെ വേദനകൾ അവിടെ സമർപ്പിക്കുന്നു. അതൊക്കെ എനിക്ക് മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ട് ഞാൻ ഇന്നും ഓർക്കട്ടെ. ശബരിമല എന്ന് പറയുന്നത്, തീർത്ഥാടനം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു സംസ്കാരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമായി ഇന്ന് മാറിയിരിക്കുന്നു. വളരെ രസകരമായ, ഒരു പക്ഷേ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട സാറ് പറയുന്ന ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ചെറിയൊരു കുട്ടിയായി ആദ്യ കന്നിമല ചവിട്ടിയത് ഓർമ്മയുണ്ട്, കന്നിസ്വാമിയായി പോയത് ഓർക്കുന്നുണ്ട്. വളരെയധികം മാറ്റങ്ങൾ കാലം കൊണ്ടുവന്നിരിക്കുന്നു, തീർത്ഥാടകരുടെ തിരക്ക് കാലം കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ലോകത്തൊരു ക്ഷേത്രത്തിനും, മലമുകളിലൊക്കെ ക്ഷേത്രങ്ങളുണ്ട്, ഉയരങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട്, പക്ഷേ ഇത്രയധികം പ്രത്യേകതകളുള്ള, ഇത്രയും സവിശേഷമായ, ഇത്രയധികം പ്രത്യേകതകൾ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ക്ഷേത്രം, ആചാരപരമായ വൈവിധ്യം എല്ലാം ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്ക് കൂടി പുതിയ തലമുറയിലേക്ക് ശശിഭൂഷൺ സാർ. ശബരിമലയ്ക്ക് സമാനമായിട്ട് ഞാൻ ലോകത്തെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോയിട്ടുണ്ട്. ഏകദേശം ഒരു സാമ്യം കൽപ്പിക്കാവുന്നത് ശ്രീലങ്കയിലെ കൊളംബോയ്ക്ക് തെക്കുള്ള കതിർഗാമ എന്ന് പറയുന്ന സ്ഥലത്തെ ക്ഷേത്രമാണ്. അവിടെ സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ. ഒരു കാടാണ്, ഇത് ഒരു ചെറിയ കുന്നാണ്, കുന്നിൻ്റെ മുകളിലാണ്. പക്ഷേ ശബരിമലയെ പോലെ ഒരു നിബിഡമായ വനമല്ല, ഒരു ചെറിയ കാടെന്ന് വേണമെങ്കിൽ പറയാം. ആണ്ടിലൊരു തവണ മാത്രമേ അവിടെ, ഈ മണ്ഡലക്കാലത്ത് തന്നെയാണ് അത് തുറക്കുന്നത്, ആ സമയത്ത് മാത്രമേ അവിടെ നട തുറക്കുകയുള്ളൂ. പക്ഷേ ഇന്ന് അവിടെ ആകെ മാറിയിരിക്കുന്നു. ഇന്നിപ്പോൾ അവിടെ 365 ദിവസവും ആളുകൾ അവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല ആ കതിർഗാമ ക്ഷേത്രത്തിൻ്റെ മുമ്പ് വരെ വാഹനത്തിൽ എത്തും. പഴയ തരത്തിൽ കാൽനടയായി പോകുന്നവർ ഇപ്പോഴും അപൂർവമായിട്ടുണ്ട്. പക്ഷേ ശബരിമലയുടെ പ്രത്യേകത, എത്രയൊക്കെ നഗരവൽക്കരണം വന്നു എന്ന് പറയുമ്പോഴും ആ കാനന തീർത്ഥാടനത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് അത് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. അത് അവിടെ ആ തീർത്ഥാടകരാണ്, അവരുടെ മനസ്സിലാണ്. അവരെ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തിയിട്ടാണോ ഈ മാലയിട്ടതെന്നൊന്നും ചോദിക്കാനായിട്ട് അവിടെ ആരുമില്ല. പക്ഷെ അവർ സ്വയം അത് തീരുമാനിക്കുകയാണ്, ഞങ്ങൾ അങ്ങനെ പോകാവൂ എന്ന് തീരുമാനിക്കുകയാണ്. വളരെ സങ്കീർണമായ സങ്കല്പമാണ് ശാസ്താവിൻ്റേത്. അവിടെ ശാസ്താവ്, അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ആ ഈ ദേവതാ സങ്കല്പം പലരും വിചാരിക്കുന്നത് പോലെ ഇന്നലെ ഉണ്ടായതല്ല, ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായതല്ല, വളരെ വളരെ പുരാതനമായൊരു സങ്കല്പമാണ്. ഞാൻ ഇന്ത്യ മുഴുവനുള്ള ഈ മ്യൂസിയങ്ങളിൽ പോയിട്ടുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ വടക്കേ ഇന്ത്യയിലെ മ്യൂസിയങ്ങളിൽ വളരെ സാധാരണമായി കാണാം. പക്ഷെ പേരവർ പറയുന്നത് രേവന്ത എന്നാണ്. നമ്മുടെ തീയാട്ടുപാട്ടുകളിലെ രേവന്തയെ ഋഷിയായിട്ട് തന്നെ സങ്കല്പിക്കുന്നുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന അശ്വാരൂഢനായ അയ്യപ്പനെ അലഹബാദ് മ്യൂസിയത്തിൽ, അല്ലെങ്കിൽ ലക്നൗവിലെ മ്യൂസിയത്തിലെ, ഭുവനേശ്വറിലെ മ്യൂസിയത്തിലെ ഒക്കെ ഉണ്ട്. പേര് രേവന്ത എന്ന് പറയുന്നേ ഉള്ളൂ. ആ രേവന്ത എന്ന് പറയുന്നത് ചരിത്രാതീത കാലത്ത് മുതൽ ഇന്ത്യയിലെ ജനതയുടെ സങ്കല്പത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ സാർത്ഥവാഹക സംഘങ്ങൾ, അതായത് കച്ചവട സംഘങ്ങൾ, അവരുടെ ഒരു ഇഷ്ടദേവനാണ് ഈ രേവന്ത എന്ന് പറയുന്ന മൂർത്തി. ആ രേവന്ത എന്ന് പറയുന്ന മൂർത്തിയെ പിന്നീട് ഈ ശാതവാഹനന്മാർ അവരുടെ ഒരു ഇഷ്ടദേവനായിട്ട് സ്വീകരിച്ചു. അത് കഴിഞ്ഞ് പല്ലവന്മാർ സ്വീകരിച്ചു, ചോഴന്മാർ സ്വീകരിച്ചു. ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് മുതൽ കേരളീയ ലിഖിതങ്ങളിൽ അയ്യപ്പനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതെ, ശശിഭൂഷൺ സാറിൻ്റെ ഈ സംഭാഷണം ഒരു ക്ലാസ്സിലിരിക്കുന്ന അനുഭവം വരുന്നു. അപ്പോൾ ചില സംശയങ്ങളും വരുന്നുണ്ട്. സാർ, ഒരു കാര്യം, നമ്മൾ പുലിവാഹനായിട്ടാണ് നമ്മൾ അയ്യപ്പനെ സങ്കല്പിക്കുന്നതും അല്ലെങ്കിൽ അയ്യപ്പനെ ആരാധിക്കുന്നതും എല്ലാം. പക്ഷേ അയ്യപ്പൻ്റെ വാഹനം അശ്വാരൂഢനാണ്, കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം. ആ കൊടിമരത്തിൻ്റെ മുകളിലും കുതിരയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവൻ്റെ, ദേവിയുടെ വാഹനമാണ് കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുക. അപ്പോൾ സ്വാഭാവികമായി സന്നിധാനത്ത് ആ കൊടിമരത്തിൻ്റെ മുകളിൽ കുതിരയാണ്. ഈ കുതിര അല്ലെങ്കിൽ അശ്വം വാഹനമായി വരുന്ന ഒരു സങ്കല്പം, അത് പക്ഷേ പുലിവാഹനമാണ്. ഇതൊന്ന് പറഞ്ഞു തരാമോ സാർ? ഈ അയ്യപ്പൻ്റെ വാഹനം അശ്വം തന്നെയാണ്.
അല്ല, കുതിര തന്നെയാണ്, അശ്വാരൂഢൻ. അപൂർവമായിട്ട് ആനയുടെ പുറത്തിരിക്കുന്ന അയ്യപ്പനെയും കണ്ടിട്ടുണ്ട്, ഗജവാഹനനായിട്ടുള്ള. അത് ചെറിയ വ്യത്യാസമുണ്ട് തമ്മിൽ. ഇതെല്ലാം പ്രതീകാത്മകമാണ്. മനസ്സാകുന്ന കാട്, ആ മനസ്സാകുന്ന കാട്ടിൽ കാമം, ക്രോധം, മതം, ലോഭം തുടങ്ങിയ ദുഷ്ടമൃഗങ്ങളെ അയ്യപ്പൻ വേട്ടയാടുന്നു. ആ വേട്ടയാടാനായിട്ട് അയ്യപ്പനെ അവിടെ എത്തിക്കുന്നത്, കാട്ടിലെത്തിക്കുന്നത്, അതിന് സഹായിക്കുന്നത് വാഹനമായ കുതിര. ഇതാണ് സങ്കല്പം. നമ്മളതിനെ വെറും അതിൻ്റെ വാച്യമായ അർത്ഥത്തിൽ അതിനെ കാണേണ്ട ആവശ്യമില്ല. ഈ കുതിര എന്ന് പറയുമ്പോൾ തന്നെ കടിഞ്ഞാണുള്ള കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ മനസ്സെന്ന് പറയുമ്പോൾ അത് ചപലമാണ്, ചഞ്ചല സ്വഭാവമുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരെ ദുർവികാരങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും നിയന്ത്രിക്കുവാൻ കഴിയണം എന്ന ഒരു സന്ദേശം അങ്ങനെ വ്യംഗ്യമായി കൊടുക്കുകയാണ് ഈ വിഗ്രഹ സങ്കല്പത്തിലൂടെയും വാഹന സങ്കല്പത്തിലൂടെയും അപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാഹനൻ എന്ന് പറയുന്നത് മണികണ്ഠനാണ് പുലിവാഹനൻ. അത് പിൻകാലത്ത് വന്ന ഒരു സങ്കല്പമാണ്. ഈ വിശ്വാസം, ആചാരം, ഫോക്ലോർ, ചരിത്രം ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ് ഇന്ന് ശബരിമലയിലും ശബരിമല വിശ്വാസത്തിലും. അതിൽ മണികണ്ഠൻ എന്ന് പറയുന്നത് ആണ് പന്തള രാജാവിൻ്റെ പുത്രൻ അല്ലെങ്കിൽ വളർത്തുപുത്രൻ എന്ന സങ്കല്പത്തിൽ ഉണ്ടാവുന്നത്. അത് പിൽക്കാലത്തുണ്ടായ ഒരു ജനകീയ കഥയാണ്, അല്ലെങ്കിൽ ഫോക്ലോറാണ്. ആ ഫോക്ലോറിൽ അയ്യപ്പനാണ് പുലിവാഹനൻ. എന്നാൽ പ്രാചീന കാലത്ത് കേരളത്തിലെ കളങ്ങളിൽ ഈ പുലിവാഹനനായിട്ടുള്ള അയ്യപ്പനെ വരയ്ക്കാറേയില്ല. അത് ആനയുടെ പുറത്തിരിക്കുന്ന അയ്യപ്പനെ, അല്ലെങ്കിൽ അശ്വത്തിൻ്റെ പുറത്തിരിക്കുന്ന അയ്യപ്പനെ, അതല്ലെങ്കിൽ നിൽക്കുന്ന തരത്തിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന തരത്തിൽ ഉള്ള അയ്യപ്പനെയാണ് കളങ്ങളിൽ വരയ്ക്കുന്നത്. ഏതാണ്ട് 108ഓളം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അത് മലമ്പ്രദേശങ്ങളിൽ അയ്യപ്പൻ, അത് സമുദ്രതീരങ്ങളിൽ ദുർഗായുടെ പ്രതിഷ്ഠകൾ. ഇതാണ് നമ്മുടെ ഒരു സങ്കല്പം. ഈ 108 ക്ഷേത്രങ്ങളിൽ ശൗര്യമലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ശൗര്യമലയാണ് കാലാന്തരത്തിൽ ശബരിമലയായിട്ട് ഭക്തന്മാരെ ഏറ്റെടുത്തതും ഇന്ന് ശബരിമലയെന്നാണ് പറയുന്നത്. പക്ഷേ അയ്യപ്പൻ പാട്ടുകളിൽ അതിനെ ശൗര്യമലയെന്നാണ് പറഞ്ഞിരുന്നത്. ശബരിപീഠം, ശബരി എന്നുള്ള പേര് രാമായണവുമായി ബന്ധപ്പെട്ട ശബരി പീഠത്തിൻ്റെ ഒരു കഥ കൂടിയുണ്ടല്ലോ സാർ. തീർച്ചയായിട്ടും ശബരിയുടെ കഥ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ പറയുമ്പോൾ അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കഥയാണ്. കാരണം രാമായണത്തിലെ ശബരിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയല്ല. അത് കിഷ്കിന്ധയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ആ അരണ്യകാണ്ഡ അത് പറയുന്ന ആ ശബരിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് കർണാടകത്തിൻ്റെയോ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെയും വടക്കൻ ഭാഗങ്ങളിലോ ആണ്. പക്ഷേ അത് പ്രശ്നമല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീർത്ഥാടന വേളയിൽ അവർ ഈ ദൈവിക സങ്കല്പവുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കും. ആ പ്രാപിക്കുമ്പോൾ അവരുടെ ഭാവനയിൽ ഒരുപാട് സ്മരണകൾ വരും. ആ സ്മരണകൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ശബരി പീഠം എന്ന് പറയുന്നത് ശബരിയുടെ പീഠമായി തന്നെ വിചാരിക്കാം. പക്ഷേ ഒരു ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആ ശബരി സമ്പ്രദായത്തിലുള്ള ഒരു സന്യാസ അല്ലെങ്കിൽ ഒരു പരിത്യാഗികളുടെ ഒരു പീഠം പിൽക്കാലത്ത് ഇവിടെ ഈ പമ്പയിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ കരുതാം. അതാവാനാണ് ശരി. ഈ പന്തള രാജകുമാരൻ ഒരു ഭാഗത്ത്, പമ്പാവാസൻ, ആ ഒരു സങ്കല്പം ഒന്ന് വിശദീകരിക്കുമോ ശശിഭൂഷൺ? അതെ, പാണ്ഡ്യ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുരയിലായിരുന്നു. പിന്നീട് ഇതിന് 5 ശാഖകൾ വന്നു. അതിൽ ഒരു ശാഖ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി. അപ്പോഴേക്കും പാണ്ഡ്യരുടെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു. ചോഴന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നു. അതിൽ ചോഴന്മാർ പാണ്ഡ്യന്മാരെ പരാജയപ്പെടുത്തുന്നു. പാണ്ഡ്യന്മാർക്ക് മധുര ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോഴും ഈ തെങ്കാശി ഭാഗത്ത് ഒരു പാണ്ഡ്യശാഖ ഉണ്ടായിരുന്നു. ആ പാണ്ഡ്യശാഖ പിൽക്കാലത്ത് കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ കേരളത്തിലേക്ക് വരുന്ന ആ പാണ്ഡ്യശാഖ ആദ്യം വരുന്നത് അച്ചൻകോവിലാണ്. അവിടെ അയ്യപ്പനാണ് അവരുടെ ഇഷ്ടദേവൻ. അവരുടെ മധുര മീനാക്ഷിയാണ് പരദേവത പാണ്ഡ്യരുടെ. ആ അയ്യപ്പൻ ഇഷ്ടദേവതയായിട്ടുള്ള തെങ്കാശി ശാഖ ആദ്യമായിട്ട് അച്ചൻകോവിലിൽ വരുന്നു. പിന്നീട് അവർ കോന്നിയിൽ വരുന്നു. ആ കോന്നിയിൽ നിന്ന് പിന്നീട് അവർ പാണ്ഡനാട്ടിലേക്ക് വരുന്നു. പാണ്ഡനാട്ടിൽ നിന്ന് ഒടുവിൽ അവർ പന്തളത്തെത്തുന്നു.
ഇതാണ് കഥ. എന്നാൽ മധുര ആസ്ഥാനമാക്കിയിട്ടുള്ള പാണ്ഡ്യരുടെ മറ്റൊരു ശാഖ കുറേ കൂടി മുമ്പ് തന്നെ പൂഞ്ഞാറിലെത്തിയിരുന്നു. ആ പൂഞ്ഞാറിലെത്തിയിരുന്ന ശാഖയുടെയും ഇഷ്ടദേവൻ അയ്യപ്പൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ പന്തള രാജകുമാരനായിട്ട് അയ്യപ്പൻ പാട്ടുകളിൽ പറയാൻ കാരണം ഈ തെങ്കാശിയിലെ നിന്ന് വന്ന് അച്ചൻകോവിലേക്ക് വന്ന ആ പാണ്ഡ്യ ശാഖയിലെ ഒരു രാജകുമാരൻ്റെ അദ്ദേഹം അയ്യപ്പ ഭക്തനായിരുന്നു. അദ്ദേഹമാണ് മണികണ്ഠൻ. ആ മണികണ്ഠനാണ് ഏതോ ഒരു കാലഘട്ടത്തിൽ കൊള്ളക്കാരാൽ നശിപ്പിക്കപ്പെട്ടു പോയ ശബരിമലയിലെ ക്ഷേത്രം വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. ആ പുനഃസ്ഥാപിക്കുന്ന ആൾ അവസാനം അവിടെ ഭക്തനായി ജീവിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഴയ ഭാഷയിൽ പറഞ്ഞാൽ സമാധിയാവുകയും ചെയ്തു. അപ്പം മണികണ്ഠൻ പൂജിച്ച ആ അയ്യപ്പനെയാണ് ഇന്ന് ശബരിമലയിൽ പൂജിക്കുന്നത്. ആ സങ്കല്പത്തിലാണ് ശബരിമലയിലെ പൂജാ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഈ ശാസ്താവിൻ്റെ മറ്റു 108 ക്ഷേത്രങ്ങളെപ്പറ്റി പറഞ്ഞുവല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ പ്രശസ്തങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്. തിരുവുള്ളക്കാവ്, മഹാകവി ചങ്ങമ്പുഴയെ എഴുത്തിനിരുത്തിയത് തിരുവുള്ളക്കാവിലാണ്. അദ്ദേഹത്തിൻ്റെ അപൂർണമായ ആത്മകഥയിൽ തിരുവുള്ളക്കാവിലെ അയ്യപ്പസ്വാമിയുടെ പ്രസാദത്തെപ്പറ്റിയും അനുഗ്രഹത്തെപ്പറ്റിയും അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ അത് തൃശ്ശൂർ ജില്ലയിലാണ് തിരുവുള്ളക്കാവ്, ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്. അതുപോലെ ആറാട്ടുപുഴ എന്ന് പറയുന്നൊരു സ്ഥലം, അതും വീണ്ടും തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്നത് ഈ ആറാട്ടുപുഴയിലെ ശാസ്താക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ പിന്നെ ആലപ്പുഴ ജില്ലയിലെ അനേകം പൊതുവേ മലമ്പ്രദേശങ്ങളിലാണ് അയ്യപ്പൻ്റെ ഉള്ളതെങ്കിൽ കൂടിയും അത് അല്ലാതെയും ചില ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് തൃക്കുന്നപ്പുഴ, അത് ഹരിപ്പാടിനടുത്താണ്. അവിടെ വളരെ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇങ്ങനെയുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഭക്തന്മാർ പോകാറുണ്ട്. പക്ഷേ കാലം മാറിയതോടുകൂടി ഈ ശബരിമലയിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെയും കേരളീയരുടെയും അവരുടെയൊക്കെ ഒരു ശ്രദ്ധാകേന്ദ്രം ശബരിമലയാണ്. അതിന് കാരണം അവിടുത്തെ പൂജയിലെ ഉള്ള ചില പ്രത്യേകതകളും ആ പ്രതിഷ്ഠയുടെ ചില അത്ഭുതങ്ങളും പരിവേഷങ്ങളും ആണ് എന്ന് പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ ഒരു ശബരിമലയിൽ ഒരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം എന്നല്ല പറയേണ്ടത്, അതൊരു തീവെപ്പായിരുന്നു. ആ തീവെപ്പിനെ തുടർന്ന് ശബരിമലയുടെ പ്രശസ്തി മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്നതായി കാണുകയാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സർവേ ചെയ്ത വാർഡൻ കോർണർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സർവേ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് അതിലെ വാർഡാണ് ശബരിമലയിൽ പോയത്. ആ വാർഡ് ശബരിമല സർവേ ചെയ്തിട്ട് ഇതിനകത്ത് റിപ്പോർട്ടിൽ പറയുന്നത് 5000 പേരാണ് ഒരു സീസണിൽ ഇവിടെ തീർത്ഥാടകരായി എത്തുന്നതെന്ന്. ആ 5000 പേരുടെ സ്ഥാനത്താണ് ഇന്ന് കോടിക്കണക്കിന് ഭക്തന്മാർ എത്തുന്നത്. ശബരിമല അങ്ങനെ മാറുന്നു. കാലം കഴിയുന്നതോടുകൂടി ശബരിമലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. തീർത്ഥാടകരുടെ എണ്ണം കൂടുകയേ ഉള്ളൂ. ശ്രീ ശശിഭൂഷൺ സാർ, അങ്ങയിലേക്ക് മടങ്ങി എത്താം. നമുക്ക് പമ്പയിൽ നിന്നുള്ള ലൈവ് സന്നദ്ധമാണോ കിരൺകുമാറിൻ്റെ? ഇല്ല. നമുക്ക് മറ്റൊരു കാര്യം, അങ്ങ് പറഞ്ഞു വന്നത് ഒരു പ്രാചീന കാലത്തെ ഒരു തീപിടുത്തത്തെക്കുറിച്ചാണ്. അത് കഴിഞ്ഞുള്ളൊരു കത്തി നശിക്കൽ ഉണ്ട്. അങ്ങ് തന്നെ ഒരുപക്ഷെ അങ്ങയോട് ഞങ്ങൾ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ചിത്തിര ആട്ട വിശേഷം വളരെ കെങ്കേമമായി നടത്തുന്നത്. ഈ ചിത്തിര ആട്ട വിശേഷത്തിലേക്കും അതുപോലെ തന്നെ പന്തള രാജകുമാരൻ്റെ അയ്യപ്പ ക്ഷേത്രം, ഈ ശബരിമല, തിരുവിതാംകൂറുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിക്കുന്ന ഒരു കഥയിലേക്കും. ശബരിമല നിൽക്കുന്ന പ്രദേശം ഇന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ്. നേരത്തെ അത് കോട്ടയം ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിരുന്നു. ഇത് പണ്ട് പന്തളം ദേശവഴിയിൽപ്പെട്ടതാണ്. അപ്പോൾ പന്തളം ദേശവഴിയിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് പന്തളം രാജാക്കന്മാർക്കാണ്. പന്തളം ദേശവഴിയുടെ ഏറ്റവും മുതിർന്ന അംഗത്തിനെയാണ് പന്തളം രാജാവ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു പ്രിൻസിപ്പാലിറ്റിയാണ്. കേരളത്തിലെ മറ്റ് നാടുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ കൈവശമുള്ള രാജ്യമൊക്കെ വളരെ ചെറുതാണ്, ചെറിയൊരു ദേശം. എങ്കിലും ജനങ്ങൾ അവരെ ബഹുമാനിച്ചിരുന്നു, പ്രത്യേകിച്ച് പന്തളത്തുകാർ. പക്ഷേ പന്തളം ഒരു യുദ്ധഭൂമിയായിട്ടും
മലയാളത്തിലെ പഴഞ്ചൊല്ലുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിരുന്നു. പടപേടിച്ച് പന്തളത്ത് ചെല്ലുമ്പോൾ പന്തവും കൊളുത്തിപ്പട എന്ന് പറയുന്നൊരു പഴഞ്ചൊല്ല് വളരെ പ്രശസ്തമാണ്. ഇപ്പോൾ ഒരു അസ്വസ്ഥതയുടെ മേഖലയായിട്ടും മറ്റുമൊക്കെ പന്തളത്തെ ചിത്രീകരിച്ചിരുന്നു. വാസ്തവത്തിൽ അസ്വസ്ഥത പന്തളത്തെ ആ ജനങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ പന്തളം എന്ന് പറയുന്ന രാജ്യം കൂടെ കൂടെ സഹ്യപർവ്വതത്തിന് അപ്പുറത്ത് നിന്നുള്ള കൊള്ളക്കാരുടെ ആക്രമണങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. ആ സഹ്യപർവ്വതത്തിൻ്റെ പുറത്തു നിന്ന് വരുന്ന കൊള്ള സംഘങ്ങൾ പന്തളം കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് ഈ പന്തളത്ത് കൂടെ കൂടെ പടയുണ്ടാകുന്നത്. ആദ്യകാലത്ത് അവരെ കായംകുളം എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമന്തന്മാരായിരുന്നു. 1746-47 ആകുമ്പോഴേക്കും കായംകുളം ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. പിന്നീട് തിരുവിതാംകൂറായി. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ സാമന്തന്മാരായിരുന്നു പിന്നീട് പന്തളം രാജവംശം. ഈ സാമന്തന്മാരായ തിരുവിതാംകൂർ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഹൈദരാലിയുടെ ഒരു ആക്രമണം മലബാറിലുണ്ടായി. വൈകാതെ തിരുവിതാംകൂറിലേക്കും ആക്രമണം ഉണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. ആ സന്ദർഭങ്ങളിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ ഒരു സൈനിക സജ്ജീകരണം നടത്തുകയാണ്. ആ സജ്ജീകരണത്തിന് അന്ന് സ്വതന്ത്രമായി കരം പിരിക്കുവാൻ അവകാശമുണ്ടായിരുന്ന പന്തളം രാജകുടുംബത്തോട് ഒരു 2 ലക്ഷം രൂപ തരണം എന്നാവശ്യപ്പെട്ടു. രാജവംശത്തിന് ഈ 2 ലക്ഷം രൂപ കൊടുക്കുവാൻ നിവൃത്തിയില്ല. കാരണം രാജകുടുംബത്തിൻ്റെ കയ്യിലില്ല. രാജകുടുംബത്തിന് വേണമെങ്കിൽ ശബരിമലയിലെ തിരുവാഭരണങ്ങളൊക്കെ വിറ്റിട്ട് കുറച്ച് പണം ഉണ്ടാക്കാം. പക്ഷേ അതിനൊന്നും അവർ ഒരിക്കലും മുതിർന്നില്ല. അവർ നിസ്സഹായരായിട്ട് തിരുവിതാംകൂറിലേക്ക് ഈ ശബരിമലയുടെ അവകാശം എഴുതി കൊടുക്കുകയാണ്. അങ്ങനെ ശബരിമല തിരുവിതാംകൂറിൻ്റെ ആയി. പക്ഷേ തിരുവിതാംകൂറിന് നേരിട്ട് പോയിട്ട് അവിടെ ശബരിമലയിലെ തീർത്ഥാടന കാലത്ത് ക്രമീകരണങ്ങൾ നടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തിരുവിതാംകൂർ അത് ഒരു റാന്നി കർത്താവിനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ റാന്നി കർത്താവ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കും, അവിടുത്തെ അത്യാവശ്യം വേണ്ട ചെലവുകൾ ഒക്കെ വഹിക്കും. ഇതൊരു കയ്യിൽ നിന്ന് പണം റാന്നി കർത്താക്കന്മാർക്കും ഇതിൽ നിന്നില്ല നേട്ടങ്ങളൊന്നുമില്ല. അവർ അവിടെ നിന്ന് കിട്ടുന്ന കാണിക്ക എടുക്കുന്നു. അത് പൂജിക്കാനായിട്ട് വരുന്ന ആ പുരോഹിതനും അവരുടെ അനുയായികൾക്കും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും തീരും. എങ്കിലും ഒരു തങ്ങൾക്ക് നൽകിയ അവകാശത്തിന് പ്രത്യുപകാരമെന്ന നിലയിൽ തിരുവിതാംകൂർ രാജാവിന് റാന്നി കാടുകളിൽ നിന്ന് പിടിക്കുന്ന ഒരു ആനയെ ഒന്നിൽ കൂടുതലോ ആനകളെ കൊടുത്ത സന്ദർഭങ്ങളുണ്ട്. അതാണ് പകരം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവിതാംകൂറിലൊരു ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. ആ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ അത് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി. പിന്നീടാണ് ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പിരിച്ചുവിട്ടിട്ട് ദേവസ്വം ബോർഡ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചുമതലയിൽ വരുന്നു. അങ്ങനെയാണ് ഈ ശബരിമലയുടെ ഉടമസ്ഥതയുടെ ഒരു പരിണാമം ഇങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ലഭിക്കുന്നത്. ശരി സാർ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് വളരെയധികം സമയമായി അങ്ങ് തുടരുന്നു. ഒരു കാര്യം കൂടി, അതായത് ഈ തിരുവിതാംകൂറിന് ഈ പറയുന്ന അവകാശങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുത്തത് ഔദ്യോഗികമാണ്. പക്ഷേ വികാരപരമായ വിശ്വാസപരമായ ഒരു ബന്ധം ഉണ്ടാകുന്നു ഒരു പക്ഷേ രാജഭരണം അവസാനിച്ച ശേഷമെന്നാണ് അങ്ങയുടെ വാക്കുകളിൽ നിന്ന്, അങ്ങയുടെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതായത് വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടാവുകയും ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ജനനം മുതൽ ശബരിമലയിൽ സ്ഥിരമായി വഴിപാട് കഴിക്കുകയും അത് കുറെ കൂടെ സുദൃഢമായത് ഈ തീപിടിച്ച് നശിച്ച ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം, പുനർനിർമ്മാണം, പുനഃപ്രതിഷ്ഠ, ഇതിൽ തിരുവിതാംകൂർ അന്നത്തെ മഹാരാജാവും രാജ കുടുംബവും വഹിച്ച ഒരു പങ്കുകൂടി പറഞ്ഞിട്ട് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം. ശശിഭൂഷൺ സാർ, തിരുവിതാംകൂർ രാജകുടുംബത്തിന് ശബരിമലയോട് വൈകാരികമായി തന്നെ ഒരു ബന്ധമുണ്ട്. തിരുവിതാംകൂർ രാജകുടുംബം എന്ന് പറയുമ്പോൾ ഇന്നത്തെ തിരുവിതാംകൂർ രാജകുടുംബം മാവേലിക്കരയിൽ നിന്ന് ദത്ത് വഴി രാജകുടുംബത്തിലേക്ക് എത്തപ്പെട്ടവരാണ്. ശരിക്കും അവരുടെ പൂർവ്വദേശം എന്ന് പറയുന്നത് കണ്ണൂരാണ്. കണ്ണൂരിലെ കോലത്തിരിമാരുടെ അതിലെ ചെങ്ങ എന്ന് പറയുന്ന ശാഖ, ചെങ്ങ എന്ന് പറയുന്ന രാജകുടുംബ ശാഖ, ആ ചെങ്ങയാണ് മാവേലിക്കരയിൽ വരുന്നത്. ആ മാവേലിക്കരയിലെ രാജകുടുംബം അത് രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളെ ആയിട്ടുള്ള 2 പേരെ അങ്ങനെ തിരുവിതാംകൂറിലേക്ക് ദത്തെടുക്കുകയാണ്. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ
ഭരണാധികാരി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയന്മാരൊക്കെ 2-3 പേര് അന്ന് ഉണ്ട്, 3 അനിയന്മാരുണ്ട്. എങ്കിലും രാജകുടുംബത്തിലെ ഇനിയും പരമ്പര തുടരാനായിട്ട് വേണം എന്ന് കണ്ടു. അന്ന് ലോർഡ് കഴ്സനാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പോൾ കഴ്സന് വളരെ കരുത്തനാണ്. അപ്പോൾ പക്ഷേ രാജാ രവിവർമ്മയോട് വളരെ അടുപ്പമാണ്, ബഹുമാനമാണ്. അതുകൊണ്ട് രാജാ രവിവർമ്മയുടെ പേരക്കുട്ടികളെ നിർദ്ദേശിക്കുകയാണെങ്കിൽ കഴ്സൻ അംഗീകരിക്കും എന്ന് അന്നത്തെ ഒരു കോട്ടയം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്, എഴുത്തുകാരനും പ്രഭാഷകനും ഒക്കെ ആയിട്ടുള്ള കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന് ബോധ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയും കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ മാവേലിക്കര ശാഖയെ തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് ദത്തെടുക്കുന്നത്. അപ്പം മാവേലിക്കരയും പന്തളവും തമ്മിൽ വലിയ ദൂരമില്ല. അപ്പം മാവേലിക്കരയും ശബരിമലയും തമ്മിലും വലിയ ദൂരമില്ല. അവരൊക്കെ ശബരിമല ഭക്തന്മാരാണ്, യഥാർത്ഥ ശബരിമല ഭക്തന്മാരായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബം. പ്രത്യേകിച്ച് ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയും ബാലരാമവർമ്മയുടെ അമ്മയായിട്ടുള്ള സേതു പാർവതിബായിയും ശബരിമല ഭക്ത തന്നെയാണ്. സേതു പാർവതിബായി അന്ന് അവിടെ ശബരിമല ദർശനം നടത്തിയിട്ടുണ്ട്. കാനന പാതയിൽ കൂടി സാഹസികമായിട്ട് സഞ്ചരിച്ചിട്ട് ശബരിമലയിൽ പോയിട്ട് ദർശനം നടത്തിയിട്ടുണ്ട്. ശബരിമലയിലെ തീപിടുത്തം ഉണ്ടായ സമയത്ത് രാജകുടുംബ അംഗങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്ത എത്തിയത്. ഉടനെ തന്നെ ചിത്തിര തിരുനാളിൻ്റെ അമ്മ പറഞ്ഞു, ആഹാരം കഴിക്കുന്നതൊക്കെ നിർത്താൻ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാര്യം ശബരിമലയുടെ കാര്യം എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഭക്ഷണം പൂർത്തിയാക്കാതെ അവർ ഭക്ഷണ മേശയിൽ നിന്ന് പോയിട്ട് ആദ്യം ചെയ്തത് അവരുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു ശബരിമലയിലെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോ. ആ ഫോട്ടോ എടുക്കുകയും തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡിലെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ അത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഉടനെ തന്നെ പുതിയ വിഗ്രഹം ഉണ്ടാക്കണം എന്ന് പറയുകയും അങ്ങനെ പുതിയ വിഗ്രഹം ഉണ്ടാക്കാനായിട്ട് വാഴപ്പള്ളിയിലെ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ഒരു അംഗത്തിനെ, അദ്ദേഹമാണ് അന്നത്തെ ഏറ്റവും നല്ല ശില്പി, ആ ശില്പിയെ കൊണ്ട് ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളി, ആ വാഴപ്പള്ളിയിലെ വിശ്വകർമ്മ കുടുംബമാണ് നാം ഇന്ന് കാണുന്ന ഈ വിഗ്രഹം ഉണ്ടാക്കിയത്. താഴമൺ തന്ത്രിയാണ് അതിന്, അവർക്കാണ് പാരമ്പര്യമായിട്ട് തന്ത്രത്തിനുള്ള അവകാശം. അന്നത്തെ താഴമൺ തന്ത്രി വളരെ ഒരു പുരോഗാമിയാണ്. അതേസമയത്ത് ആചാരങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അദ്ദേഹം വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ നടത്തി, വളരെ കൃത്യമായി നടത്തി അദ്ദേഹം ആണ് ഇന്ന് കാണുന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. ആ വിഗ്രഹ പ്രതിഷ്ഠയോടുകൂടി ശബരിമലയുടെ പ്രശസ്തി കേരളത്തിലും പുറത്തും കൂടുതൽ അതിന് പ്രചാരം ലഭിക്കുകയും ചെയ്തു. ശരി, ഒരൊറ്റ ചോദ്യം കൂടി. കാര്യം പ്രേക്ഷകർ ധാരാളമായി പ്രതികരിക്കുന്നുണ്ട്. ഒന്ന്, അങ്ങയുടെ ഓർമ്മകൾ കണ്ട് ചെറുപ്പകാലത്ത് ദർശനം നടത്തിയ, ശബരിമല തീർത്ഥാടനം നടത്തിയ ഓർമ്മകൾ പലരും പറയുന്നുണ്ട്. പി മുരളീധരൻ, PRP കുറുപ്പ് സാർ തുടങ്ങിയവർ. ഒട്ടാരത്തെ അനവധി പേർ അങ്ങയ്ക്ക് നമസ്തേയും സ്വാമി ശരണവും ഒക്കെ പറയുന്നുണ്ട്. ഒരു ചെറിയ സംശയം കൂടി പെട്ടെന്ന് 2 മിനിറ്റിൽ. ധർമ്മശാസ്താവിൻ്റെ പുനരവതാരമാണോ അയ്യപ്പൻ എന്നൊന്ന് ചോദിക്കുമ്പോൾ സ്കന്ദപുരാണത്തിൽ ധർമ്മശാസ്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രകാശൻ വേൽക്കുട്ടി എന്ന് പറയുന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ്റെ ചോദ്യമാണ്. അതുകൂടി ഒന്ന് പറഞ്ഞാൽ. ശാസ്താവും അയ്യപ്പനും ഒന്നാണ്. ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. തിരുവല്ല കോപ്പർ പ്ലേറ്റ്സിൽ അയ്യപ്പൻ ശാസ്താവ് എന്നാണ് പറയുന്നത്. കന്യാകുമാരി ജില്ലയിലെ ഗുഹാനാഥ സ്വാമി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വേദിയ ചാത്തൻ. ചാത്തൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ എഴുതുമ്പോൾ ശാസ്താവ്, സംസ്കൃതത്തിൽ എഴുതുമ്പോൾ ശാസ്താവ്, തമിഴിൽ എഴുതുമ്പോൾ ചാത്തൻ. അപ്പോൾ വേദിയ ചാത്തൻ, അതായത് വൈദിക വിധിപ്രകാരമുള്ള ശാസ്താവും അയ്യപ്പനും ഒന്ന് തന്നെയാണ്. എന്നാൽ തമിഴ്നാട്ടിൽ വടക്കൻ ആർക്കാട്ടിലും തെക്കൻ ആർക്കാട്ടിലും കടലൂർ ഉള്ള ജില്ലകളിൽ അനവധി അയ്യനാർ ക്ഷേത്രങ്ങളുണ്ട്. ഈ അയ്യനാർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ അയ്യനാർ എന്ന് പറയുന്നത് പൂർണ്ണയെന്നും പുഷ്കലയെന്നും അവർ പറയുന്നത്, പൂർണ്ണ പുക്കല എന്നിങ്ങനെയുള്ള 2 പത്നിമാരോടൊപ്പം ഉപവിഷ്ടനായിരിക്കുന്ന അയ്യനാറിനെയാണ് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഞാൻ അവിടെ വന്യർ എന്ന് പറയുന്ന സമുദായത്തിൽപ്പെട്ടവരുടെ കുലദൈവമാണ്. ഈ വന്യർ എന്ന് പറയുന്നത് പഴയ ചോള ആർമിയിലെ മുൻനിര യോദ്ധാക്കളായിരുന്നു. അതുകൊണ്ട് അയ്യപ്പനും ശാസ്താവും ഒന്ന് തന്നെയാണ്. എന്നാൽ മണികണ്ഠനാണ് പന്തള രാജകുമാരൻ. ഈ മണികണ്ഠനും പിന്നീടുണ്ടാവുന്നതാണ്. ഒരു 11-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിലാണ് മണികണ്ഠ ശാസ്താവിൻ്റെ ജനനം, ജീവിത ദൗത്യം. അപ്പോൾ ശാസ്താവും അയ്യപ്പനും ഒന്ന് തന്നെയാണ്. ഈ ശാസ്താവിനെ തന്നെയാണ് ഉത്തരേന്ത്യയിൽ രേവന്ത എന്ന് പറഞ്ഞിരുന്നത്. രേവന്തയെ പറ്റി ഏൻഷ്യൻറ്റ് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, അത് ഡോക്ടർ ആഷ്കോ പർപ്പോള എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ
ആർക്കിയോളജിസ്റ്റ്, ലിംഗ്വിസ്റ്റ്. അദ്ദേഹം ഹെൽസിങ്കിയിൽ ജീവിച്ചിരിപ്പുണ്ട്. വലിയ തമിഴ് പണ്ഡിതനാണ് അദ്ദേഹം. എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് അയ്യനാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ദ്രാവിഡ ദേവതയായിട്ട് ചിലർ തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല, അത് വ്രാത്യന്മാരെന്ന് പറയുന്ന ആര്യ വിഭാഗത്തിൽ തന്നെ, ഇൻഡോ ആര്യൻ വിഭാഗത്തിലുള്ള, അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ കോക്കസോയിഡുകൾ, ആ ഇൻഡോ ആര്യൻ വിഭാഗത്തിൽപ്പെട്ട വ്രാത്യാസിൻ്റെ, അവർ നോൺ വേദിക് ആര്യൻസ് എന്നാണ് ആസ്കോ പർപ്പോള പറയുന്നത്. അവരുടെ ഒരു ദേവതയായിട്ടാണ് ആദ്യമായിട്ട് അയ്യപ്പൻ പ്രത്യക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഡോക്ടർ ആസ്കോ പർപ്പോളയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ പുസ്തകത്തിൻ്റെ പേര് വളരെ വിചിത്രമാണ്. ആൻ ആര്യൻ ആർഗ്യുമെൻറ്റ് ഫോർ അയ്യപ്പ എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഇന്ന് ചരിത്രകാരന്മാരായിട്ടൊക്കെ പറയുന്ന ആളുകളിലൊക്കെ പറയുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഞാനിതൊരു പുസ്തക രൂപത്തിൽ തന്നെ, ഒരു സോവിനീർ, ഒരു മാഗസിൻ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് ഹിന്ദിയിലും അതിന് തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെ പരിഭാഷകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേരെ കണ്ടിരിക്കുകയുണ്ടാവുള്ളൂ. എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അതിനെപ്പറ്റിയൊന്നും, എനിക്കതിന് വിഷമമൊന്നുമില്ല. പക്ഷേ എനിക്ക് വീണ്ടും പറയാനുള്ളത്, നൂറ്റാണ്ടുകളായിട്ട് ഇന്ത്യയിലെ ഒരു ഈശ്വര സങ്കല്പമാണ്, ദേവതാ സങ്കല്പമാണ്. അത് ശാസിക്കുന്നയാൾ, ആചാര്യൻ, ദ ഹോളി ടീച്ചർ, ദ ഡിവൈൻ ടീച്ചർ എന്നൊക്കെ വേണമെങ്കിൽ പരിഭാഷപ്പെടുത്താവുന്ന ഒരു ദേവതാ സങ്കല്പമാണ് ശാസ്താവ്. അതുതന്നെയാണ് അയ്യപ്പൻ. ആ ശാസ്താവിൻ്റെയും അയ്യപ്പൻ്റെയും പിൽക്കാലത്തെ ഒരു ഭക്തനാണ് പന്തള രാജകുമാരനായ മണികണ്ഠൻ. ശരി, വളരെയധികം നന്ദി. ചെറിയ സമയം കൊണ്ട് പകർന്നു തന്ന അറിവുകളെക്കുറിച്ച് ഞങ്ങൾ പറയേണ്ട പ്രേക്ഷകർ തുടർച്ചയായി പ്രതികരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ വിജിൻ മേനോൻ പറയുന്നുണ്ട്, ശാസ്താപ്രീതി എന്നൊരു ചടങ്ങ് തമിഴ് ബ്രാഹ്മണരുടെ ഇടയിലുണ്ട്. PRP കുറുപ്പ് സാർ പറയുന്നു, എത്ര അറിവുകളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ കുട്ടികളോ ശബരിമലയെക്കുറിച്ചൊന്നും അറിയാത്തവർക്ക് ഇത് വലിയ ഉപകാരം ചെയ്യും. ഉഷാ നല്ലൂർ നമസ്തേ പറയുന്നുണ്ട്. നന്ദനാർ നമസ്തേ പറയുന്നുണ്ട്. അജിത് ഭാസ്കർ നല്ല വിവരം നൽകിയതിന് നന്ദി പറയുന്നുണ്ട്. എന്തായാലും ഒട്ടനവധി പ്രേക്ഷകർ, നന്ദനാരുടെ നന്ദിയുണ്ട്. രവീന്ദ്രൻ ഇടശ്ശേരി, അയ്യപ്പ ചരിതം പലതും വാമൊഴിയായി നിലനിന്നു വന്നതാണ്. ശാസ്താവ് നിത്യബ്രഹ്മചാരി എന്നാണ് പറയുക. ശബരിമല അയ്യപ്പനും ധർമ്മശാസ്താവ് ഒന്നാണ് എന്ന് തന്നെയാണ് സാറ് നമ്മോട് വിശദമായി പറഞ്ഞത്. വളരെയധികം നന്ദി. RK വൈകുണ്ഠം, ശശിഭൂഷൺ സാർ, അറിവിൻ്റെ നിറകുടം. എന്തായാലും വളരെയധികം നന്ദി. ഈ വൃശ്ചിക പുലരിയിൽ ചരിത്രം, ആചാരം, പഴമ, പുതുമ ഒക്കെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന് നമസ്തേ. സ്വാമി ശരണം. അപ്പോൾ നമുക്ക് സന്നിധാനത്തെ ശബരിമലയിലെ വാർത്തകളിലേക്ക് തന്നെ പോകാം. നമുക്ക് ഇനി പമ്പയിലെ വിശേഷങ്ങൾ അറിയണം. സന്നിധാനത്തെ വിശേഷം അറിഞ്ഞു, അതുപോലെ നിലയ്ക്കലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ശശിഭൂഷൺ സാറ് കുറച്ച് ശബരിമല ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തന്നു, അങ്ങനെ വേണം പറയാൻ അല്ലേ. കാര്യങ്ങൾ പറഞ്ഞു, നിരവധി സംശയങ്ങൾ അദ്ദേഹം ദൂരീകരിച്ചു. ഇനി നമുക്ക് വൃശ്ചിക പുലരിയിൽ പമ്പയിലും അഭൂതപൂർവമായ തിരക്കാണ് ഉണ്ടാവുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. പമ്പയിൽ നിന്ന് കിരൺ കുമാർ ചേരുകയാണ്. കിരൺ കുമാർ, സ്വാമി ശരണം. പമ്പ നിറഞ്ഞ് പമ്പാ നദിയെപ്പോലെ തന്നെ പമ്പയിലെ ഗണപതി കോവിലുമെല്ലാം അയ്യപ്പ ഭക്തർ നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാവിലെ മുതൽ കണ്ടതാണ്. ഇന്നലെ ഉച്ച മുതൽ അവിടെ നിന്ന് അയ്യപ്പ ഭക്തരെ മുകളിലേക്ക് കടത്തിവിടുന്നു. ഇപ്പോൾ പമ്പയിലെ വിശേഷങ്ങൾ എന്താണ്? നിരവധി അയ്യപ്പ ഭക്തർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടല്ലോ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ വരെ. പമ്പയിൽ അല്ലേ നിരവധി ആളുകൾ അങ്ങോട്ട്. അതെ, ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ, ഇന്നലെ രാവിലെ മുതൽ തന്നെ ഒഴുക്ക് തുടങ്ങിയിരുന്നു. പക്ഷേ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ആദ്യം നിലയ്ക്കലും പിന്നെ പമ്പയിലും ആയിട്ട് അവരെ നിർത്തിയിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പമ്പയിൽ നിന്ന് മല കയറാനായി അനുവദിച്ചത് ഭക്തരെ. അപ്പോൾ മുതൽ തന്നെ നമ്മുടെ റിപ്പോർട്ടേഴ്സ് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. കിരൺ വീണ്ടും ലൈനിൽ എത്തിയിട്ടുണ്ട്. കിരൺ, എന്താണ് പമ്പയിലെ കാഴ്ചകൾ? നമസ്തേ. നമസ്കാരം പ്രദീപിള്ള. ഏതായാലും പമ്പയിൽ വലിയൊരു ഭക്തജന തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം രാവിലെ മുതൽ തന്നെ വലിയൊരു ഭക്തരുടെ ഒഴുക്ക് അത് സന്നിധാനത്തേക്ക് നടക്കുന്നുണ്ട്. പമ്പയെ സംബന്ധിച്ച് നോക്കിയാൽ ഏതായാലും നിലവിലിപ്പോൾ പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ അയ്യപ്പന്മാര് ഇന്നലെ വൈകിട്ടൊക്കെ അനുഭവിച്ചതിൻ്റെ അത്രയും തിരക്കില്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും
ഈ വെർച്വൽ ക്യൂവിൻ്റെ അടക്കം അയ്യപ്പന്മാരെ കടത്തിവിടുന്നതിൽ വലിയൊരു ഫ്ലോ അത് ഇപ്പോഴും തുടരാൻ കഴിയുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും വലിയൊരു ഭക്തജനത്തിരക്ക് ഇന്ന് രാവിലെ മുതൽ തന്നെ പമ്പയിൽ അനുഭവപ്പെടുന്നില്ല. ഏതായാലും ഇനി തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാനാവില്ല. ഏതായാലും ഈ വലിയൊരു തിരക്ക് ഇപ്പോൾ പമ്പയിൽ അനുഭവപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഏതായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വിപുലമായിട്ടുള്ളൊരു സജ്ജീകരണം നേരത്തെ തന്നെ പമ്പയിൽ ഒരുക്കിയിരുന്നു. ഇന്നലെ ഈ നട തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സമയത്ത് വലിയൊരു തിരക്കാണ് പമ്പയിൽ ഗണപതി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് അനുഭവപ്പെട്ടത്. രാവിലെ മുതൽ തന്നെ നിരവധി അയ്യപ്പന്മാർ ഇവിടെ എത്തുകയും വിരിവെച്ച് കാത്തിരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു തിരക്ക് അനുഭവപ്പെട്ടതിന് പിന്നാലെ തന്നെ പിന്നീട് നട തുറന്നതിന് ശേഷം അയ്യപ്പന്മാരെ ഇവിടെ നിന്നും പമ്പയിൽ നിന്നും കയറ്റിവിടുന്നതിന് വേണ്ടി പോലീസ് വലിയൊരു ശ്രമം തന്നെ നടത്തിയിരുന്നു. ഏതായാലും നിലവിലിപ്പോൾ വെർച്വൽ ക്യൂവിന് വേണ്ടി 5 കൗണ്ടറുകളാണ് പമ്പയിൽ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം ഈ സുരക്ഷാ പരിശോധനയ്ക്കും മലയിലേക്ക് കയറുന്ന സമയത്തേക്കുള്ള സുരക്ഷാ പരിശോധനയ്ക്കും ഈ 5 കൗണ്ടറുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പ ഗണപതി ക്ഷേത്രത്തിന്റെ പരിസരത്ത് വലിയൊരു തിരക്ക് ഇല്ലാതെ തന്നെ ആ തിരക്ക് കുറക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രദീപിള്ള. കിരൺ, തുടരുക. പമ്പയിലും നിലയ്ക്കലും എരുമേലിയിലും സന്നിധാനത്ത് നിന്നെല്ലാം നമ്മുടെ ലേഖകർ സർവ്വസജ്ജരായി നിലകൊള്ളുന്നുണ്ട് കാനപാതയിൽ. പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നാം ഭക്തി നിറവിൽ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. പുണ്യം പൂങ്കാവനം. കാനനവാസൻ ആണ്. കൊടും കാടിന് നടുവിൽ എല്ലാ വിശുദ്ധിയോടും കൂടി അദ്ദേഹം സ്ഥിതി ചെയ്യുന്നു. ആ അയ്യപ്പനെ കാണാനാണ് മാല ചവിട്ടുന്നത് നമ്മൾ. പക്ഷേ നമ്മുടെ ഒരു ഭക്തിയുടെ ആവേശത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒന്നുണ്ട് വിനോദ്. അവിടേക്ക് നമ്മൾ അറിയാതെ ശബരിമലയെ, പൂങ്കാവനത്തെ, ഈ കാനനത്തെ ഒരു മാലിന്യ കുമ്പാരമാക്കി നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഭക്തി വേണം, അർപ്പണം വേണം, എല്ലാ ആചാരങ്ങളും പാലിക്കണം, വ്രതം നോറ്റ് പോകണം. പക്ഷേ നാം അവിടെ പോയി ഇറക്കി വെക്കേണ്ടത്, ഇരുമുടിക്കെട്ടിൽ നമ്മൾ നിറച്ചു കൊണ്ടുപോയി അവിടെ ഇറക്കി വെക്കേണ്ടത് നമ്മുടെ പാപം, നമ്മുടെ സങ്കടം, നമ്മുടെ വിഷമം, ഇതെല്ലാം അവിടെ സമർപ്പിച്ച് അവിടെ നിന്ന് അനുഗ്രഹം തേടി മോക്ഷം തേടുകയാണ് വേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോയി ഒന്നാമത് തന്നെ ഈ മലയ്ക്കോ ഈ ക്ഷേത്രത്തിനോ പരിസരത്തിനോ താങ്ങാവുന്നതിലധികം പേരാണ് ഓരോ വർഷവും കടന്നവർ. ഒരു തരത്തിലും നമ്മൾ ഒരാളോട് പറയാനാവില്ല ഇവിടേക്ക് വരരുത് എന്ന്. പരമാവധി പേർ അവിടെ വരുമ്പോൾ നാം ചെയ്യേണ്ടത് നമുക്ക് ഒപ്പം വരുന്നവർ, നമുക്ക് പിന്നാലെ വരുന്നവർക്കായുള്ള ഒരു അവസരം, അതുപോലെ തന്നെ അതിനുള്ളൊരു ഭൗതിക സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധി പാലിക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണെന്ന് ശബരിമല ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നു. ഭക്തി പോലെ തന്നെ ശുദ്ധിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. ഇരുമുടിക്കെട്ടിനുള്ളിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുന്നു. കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ ശബരിമല അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് 18 മലകളാൽ ചുറ്റപ്പെട്ട അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്. ഇവരുടെ പരിശുദ്ധി പാലിക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും കടമയാണ്. ഭക്തി പോലെ തന്നെ ശുദ്ധിക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ഒരു പദാർത്ഥങ്ങളും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം. പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒന്നും, കുപ്പി, അതുപോലെ എന്തെങ്കിലും കവറുകൾ, അതൊക്കെ ഇരുമുടിക്കെട്ടിൻ്റെ അകത്തെ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ഒഴിവാക്കി കൊണ്ടുവരണേ. ദയവേത് ഒരു അഭ്യർത്ഥനയാണ്. ആവശ്യമില്ലാത്ത സാധനമൊന്നും കുത്തി നിറച്ച് നിങ്ങൾ ഇരുമുടിക്കെട്ടി കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന പല സാധനങ്ങളും ഇവിടെ ഉപയോഗിക്കാതെ കളയുകയാണ് ചെയ്യുന്നത്, കത്തിച്ച് കളയുകയായിരുന്നു. അതായത് പരനീര്, ചന്ദനത്തിരി, കർപ്പൂരം എന്നൊക്കെ പറഞ്ഞ സാധനം എല്ലാം പ്ലാസ്റ്റിക് കവർ കൊണ്ട് ചുറ്റപ്പെട്ടതാണ്. ഇതെല്ലാം അതുപോലെ അങ്ങ് കളയുകയാണ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കി ഈ പുണ്യം പൂങ്കാവനം പരിശുദ്ധമാക്കി തീർക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്വാമി ശരണം. ശ്രീ കണ്ഠരര് രാജീവരുടെ വാക്കുകൾ തന്നെയാണ്. ആ പൂങ്കാവനത്തെ നമ്മൾ സംരക്ഷിക്കണം, പ്ലാസ്റ്റിക് സമ്പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് തന്നെയാണ് ശബരിമലയുടെ തന്ത്രിയും നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് നിലയ്ക്കലിലേക്ക് പോകാം. നിലയ്ക്കലിൽ ഭക്തർക്ക് ചില പരാതികളൊക്കെയുണ്ട്. അവിടെ ശുചിമുറികളിൽ ടാപ്പ് പോലും ഇല്ല എന്നുള്ളതാണ്. എത്രയോ അയ്യപ്പന്മാരെത്തുന്നതാണ്, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്
നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ചെളി നിറഞ്ഞു കിടക്കുന്നു, ചെളിയിൽ പൂണ്ട് വാഹനങ്ങൾ കിടക്കുന്നു. ഭക്തരുടെ പ്രതികരണമുണ്ട്. അതോടൊപ്പം തന്നെ മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. നമുക്ക് എരുമയിലേക്ക് പോകാം. മിഥുൻ മുരളി, നിലയ്ക്കലിലേക്ക്. നിലയ്ക്കലിലേക്ക്. അതെ, നിലയ്ക്കലിലേക്ക്. ബാത്റൂം ഇല്ല അവിടെ യൂസ് ചെയ്യാനായിട്ട്. പണ്ടത്തെ അതേ സ്റ്റൈലുള്ള ഒരു ക്ലീൻ ചെയ്യാൻ പോലും ഒരു മനുഷ്യനില്ല. നമ്മൾ 5 രൂപ യൂറിൻ പാസിന് 5 രൂപ മേടിച്ചിട്ട് അതിനുള്ള മൊത്തം ചെളിയെല്ലാം അവിടെ തന്നെ അങ്ങനെ കിടക്കുന്നു. ഇത് പിന്നെ 10 രൂപയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മേടിക്കുന്നത്. അതിനുള്ള സർവീസ് നമുക്ക് തരുന്നില്ല. ടാപ്പ് ഒന്നിനും ടാപ്പില്ല, എല്ലാത്തിലും അങ്ങനെ തന്നെ പഴയ പണ്ടത്തെ ബക്കറ്റ് വെച്ചിട്ടാണ് അവരിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ 10 രൂപ അതിനെ ചാർജ് ചെയ്യുന്നുണ്ട്. പൈസ കൊടുക്കണേണ്ടല്ല, അതിനുള്ള സർവീസ് അവർ തരണ്ടേ, അത് തരുന്നില്ല. പിന്നെ റോഡ് മൊത്തം ചെളിയായിട്ട് തന്നെ കിടക്കണേ. ആ മെയിൻ റോഡ് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ പമ്പയിലൊക്കെ ആണെങ്കിൽ വണ്ടികൾ വേണ്ടി പമ്പയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അവർ KSRTC രക്ഷിക്കാൻ സർവീസ് നടത്താൻ വേണ്ടിയിട്ട് വണ്ടിയെല്ലാം തിരിച്ച് ഇവിടെ നിലക്കൽ തന്നെ വിടുന്നത്. ശരിക്കും പമ്പയെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ആളെ വേണമെങ്കിൽ വരാം, ചെറിയ വണ്ടിയൊക്കെ. അതുപോലെ അവർ സമ്മതിക്കുന്നില്ല. മിഥുൻ മുരളിയിലേക്ക് പോകാം അല്ലേ? നിലയ്ക്കലിലെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ അയ്യപ്പ ഭക്തർ തന്നെ പറയുന്നു അവിടുത്തെ പൈപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പ്, മാസങ്ങൾ മുമ്പ് പലവട്ടമായി ജനൻ TV ചോദിച്ചതാണ്. ശബരിമല കർമ്മസമിതി അടക്കമുള്ളവർ പല കാര്യങ്ങൾ ഉന്നയിച്ച് നിവേദനം സമർപ്പിച്ചതാണ്. തീർത്ഥാടനത്തിനായുള്ള ഒരുക്കങ്ങൾ, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, തീർത്ഥാടനത്തെ അട്ടിമറിക്കരുത്, ഞെരുക്കരുത്, അല്ലെങ്കിൽ തീർത്ഥാടകർ ഇങ്ങോട്ട് വരുന്ന നിരുത്സാഹപ്പെടുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുതെന്ന്. എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയാം. മിഥുൻ, എന്താണ് അവിടുത്തെ ചെളി പുരണ്ട യാഥാർത്ഥ്യം? പ്രദീപിള്ള ഇപ്പോൾ ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിലയ്ക്കൽ ഭക്തർ തിങ്ങി നിറയുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഭക്തർ വ്യാപകമായി പരാതി ഉയർത്തുന്നത്. ഈ ടോയ്ലറ്റുകളിലൊന്നും തന്നെ ടാപ്പുകളില്ല. വെള്ളം സാധാരണ പോലെ തന്നെ ഈ ബക്കറ്റുകളിൽ എടുത്ത് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ഉള്ളതെന്ന് ഭക്തർ പറയുകയാണ്. പണം വാങ്ങിയാണ് ഈ ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിനുള്ള സൗകര്യങ്ങളോ ക്രമീകരണങ്ങളോ ഒന്നും, വൃത്തിഹീനമായ സാഹചര്യമൊക്കെ ഇവിടെ തുടരുന്നു എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത്. ഇവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കാനാകാതെ പുറത്ത് അധിക പണം നൽകി ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ട ഗതികേടിലേക്ക് പോകുന്ന ഭക്തജനങ്ങളുണ്ട്. ഇവർ പരാതിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ നിലവിൽ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണതിന് അവർ പൈസ വാങ്ങിച്ച് 30 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടാപ്പില്ല, കാര്യങ്ങളൊന്നുമില്ല, പൊട്ടിയ ബക്കറ്റാണ് ഉള്ളതൊക്കെ. അതിന് നമ്മൾ കൊണ്ടുപോയി ബാത്റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇട്ട് പോയിട്ട് നമ്മളതിൽ വെള്ളം കോരി ഒഴിക്കേണ്ട അവസ്ഥയാണ്. അത് വൃത്തിയാക്കിയിട്ട് ചിലതിനൊന്നും കുറ്റിയും കുളത്തും കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് വൃത്തിയാക്കി നമ്മളതിൽ പോകണം. അവർ 30 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. കുളത്തൊന്നുമില്ല, തൊട്ടിയിൽ വെള്ളം നമ്മൾ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. പിന്നെ അവർ പറയുമ്പോൾ അവർ പൈസ 30 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന്. അത് ബാത്റൂമിലേക്ക് കയറുന്ന, ടോയ്ലറ്റിലോട്ട് കയറുന്ന ഭാഗത്ത് ഒരു വെള്ളവും തൊട്ടിയും വെച്ചിട്ടുണ്ട്, ബക്കറ്റും വെച്ചിട്ടുണ്ട്. ആ ബക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ശുചിമുറിയിലേക്ക് പോവുക, ശുചിമുറി വൃത്തിയാക്കുക, തിരികെ ഇറങ്ങുക. പക്ഷേ പൈസ വാങ്ങിക്കുന്നുണ്ട്. ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ല. ശുചിമുറി നമ്മൾ വൃത്തിയാക്കണം. അതിന് കുറ്റിയും കുളത്ത് കൊറോണത്തിനും ഇല്ല. നമ്മൾ ഒരെണ്ണം ഒഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ അതിന് കുറ്റിയും കുളത്തുണ്ടാവില്ല. നമ്മൾ വേറെ നമ്മൾ അതുപോലെ ഒഴിച്ചിട്ട് വേണം നമ്മൾ അതിൽ പോകാനായിട്ട്. അതിന് അവന് 30 രൂപ വെച്ച് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ഇതിന്റെ അവസ്ഥ പരിശോധിക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്നോട് പറഞ്ഞത് പുറത്തേക്ക് പോവുകയാണ്, ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, പുറത്ത് പോയി ഇനി ശുചിമുറി ഉപയോഗിക്കേണ്ട ഗതികേട്ടിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. നമ്മൾക്കിപ്പോ ഇവിടെ പൈസ കൊടുത്ത് കുളിക്കണതാണെങ്കിലും മറ്റേ ശുചിമുറി ഉപയോഗിക്കണതാണെങ്കിലും പുറത്ത് ടാപ്പ് വെച്ചിട്ടുണ്ട്. അവിടെയാണെങ്കിലും ഒരു ചെറിയ ബക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് കുളിക്കുന്നത് ഒരേപോലെയാണ്. അപ്പൊ ഇവിടെ പൈസ കൊടുത്ത് കുളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ പുറമെ നമുക്ക് ഓപ്പൺ ആയിട്ട് നിന്ന് കുളിക്കുകയാണ് നല്ലത്. പൈസ ഇവിടെ ചെയ്യണതും അവിടെ ചെയ്യണതും ഒരേപോലെ തന്നെയാണ് നമുക്കിപ്പോ. അപ്പം ഈ വാഹന പാർക്കിംഗ് ഗ്രൗണ്ടുകളുടെ അവസ്ഥയും വളരെ മോശമാണ്. നമുക്ക് അപ്പുറത്തെ ഭാഗങ്ങളിൽ നിന്നൊക്കെ കാണാം. വാഹന പാർക്കിങ്ങിന്റെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതല്ല. നമുക്ക് ഓൾറെഡി ഭയങ്കര തിരക്കാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അല്ല ഫുള്ളായ കാരണമാണ് അത്. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുള്ള പാർക്കിങ്ങിൽ 7-ലാണ് കിട്ടിയില്ല. അവിടെ വലിയ ഇതൊന്നും കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി ഫുള്ളായ കാരണമാണ് ഭയങ്കര ഇതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ബാത്റൂം സമുച്ചയത്തിന്റെ ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഭാഗത്താണ്. അവിടെ കയറുന്ന ഭാഗത്ത്, ടോയ്ലറ്റിന്റെ ഭാഗത്ത് ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, വെള്ളവും ഉണ്ട്. ആ വെള്ളവും ബക്കറ്റും എടുത്തുകൊണ്ട് ശുചിമുറികളിലേക്ക് പോകണം, തിരികെ മടങ്ങി ബക്കറ്റ് അവിടെ തിരികെ വെക്കണം. ഈ ബക്കറ്റ് തന്നെയാണ് മറ്റ് ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അതിന് പണം ഈടാക്കുന്നുമുണ്ട്. പക്ഷേ ശുചിമുറികളും കൃത്യമായി വൃത്തിയാക്കിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നില്ല എന്നുമാണ് ഭക്തജനങ്ങൾ പരാതി പറയുന്നത്. വൃത്തിയാക്കേണ്ട ചുമതലയും ഭക്തജനങ്ങൾക്കാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വലിയ ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിന്റെ ഭാഗത്ത് ഒരു ബക്കറ്റും വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റിൽ നിന്നും
ടാങ്കിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് ശുചിമുറികളിലേക്ക് പോകണം. അത് ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇതേ ഭാഗത്ത് തന്നെ ഈ ബക്കറ്റ് തിരികെ കൊണ്ട് വെക്കുകയും ചെയ്യണം. ഒരു ഭാഗത്തും ഒരു ശുചിമുറിയിലും ടാപ്പുകൾ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ എല്ലാ മണ്ഡലകാലത്തും ഈ പരാതികൾ ഉയർന്നതാണ്. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ വ്യാപകമായ പരാതികൾ ഭക്തർ ഉയർത്തുന്നതാണ്. ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കുന്നില്ല എന്നുള്ള പരാതികൾ ഉയരുമ്പോഴും ഇത്തവണയും ഇത്രയും സമയമുണ്ടായിരുന്നു, ഇത്രയും ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള കാലാവധി ഉണ്ടായിരുന്നു, പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ അത് പരിഹരിക്കേണ്ട ചുമതലയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇത്തവണയും പരിഹരിച്ചിട്ടില്ല. ഭക്തർ ഇത്തവണയും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ നേരിടുന്നു. ഇങ്ങനെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളിൽ പോലും ശുചിമുറികൾ ഉപയോഗിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യമാണ്. അത്തരം പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ പോലുമുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം ഇവിടെ ബക്കറ്റുകൾ നിരത്തി വെച്ചിരിക്കുന്നത്. ഈ ബക്കറ്റുകളാണ് കയറി വരുന്ന ഭക്തർ എടുക്കേണ്ടത്. ഇവിടെ ടാങ്കുകളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം ടാങ്കുകളിൽ നിന്നും ബക്കറ്റിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ശുചിമുറികളിലേക്ക് പോകണം, ഉപയോഗിക്കണം, ശുചിമുറി വൃത്തിയാക്കണം. എന്നിട്ട് തിരികെ ഇതുപോലെ തന്നെ ഇവിടെ കൊണ്ട് ബക്കറ്റ് തിരികെ വെക്കുകയും വേണം. എത്രയോ ആളുകൾ ഉപയോഗിക്കുന്ന ബക്കറ്റുകളാണ്. വൃത്തിഹീനമായ സാഹചര്യം ഉണ്ടാകുന്നു. രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആശങ്കയാണ് ഭക്തജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ഉയരുന്നു. കഴിഞ്ഞ സമയത്തൊക്കെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴെല്ലാം പറയുന്നത് അത് പരിഹരിക്കും, യാതൊരുവിധ ആശങ്കയ്ക്കും വകയില്ലാത്ത രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല. ഇത്തരത്തിലുള്ള പ്രാഥമിക കൃത്യങ്ങൾ പോലും നിറവേറ്റാനുള്ള സൗകര്യം ഭക്തർക്കില്ല. ഇത്തരത്തിലുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുറത്തേക്ക് ഇനി പോയി പുറത്ത് മുറികളൊക്കെ എടുത്ത് വലിയ തുക കൊടുത്ത് അത് പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റേണ്ട അവസ്ഥയിലേക്ക് ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഒരാൾ ബക്കറ്റുമായിട്ട് ടോയ്ലറ്റിനുള്ളിലേക്ക് ശുചിമുറിയിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യം നമ്മളിപ്പോൾ കണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു ഗതികേടാണ് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് പോവുകയാണ് അവർ ഇപ്പോൾ ഈ പ്രാഥമിക കൃത്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി. മുറിയൊക്കെ എടുത്ത് വലിയ തുക കൊടുത്ത് പ്രാഥമിക കൃത്യങ്ങളും കുളിയുമൊക്കെ കഴിയേണ്ട അവസ്ഥയാണ് ഭക്തജനങ്ങൾക്കുള്ളത്. ഇതേ സമാനമായ അവസ്ഥ തന്നെയാണ് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലുമുള്ളത്. ഇന്നലെ മഴ പെയ്തിരുന്നു. മഴ ശക്തമായതോടുകൂടി പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ചെളി പൂണ്ടിട്ടുണ്ട്. വാഹനങ്ങൾ ചെളിയിൽ പൂണ്ടുപോകുന്നുണ്ട്. ആ ഭാഗത്തു കൂടി വാഹനങ്ങൾ ഇറക്കുവാനോ ഒപ്പം തീർത്ഥാടകർക്ക് നടന്നു സഞ്ചരിക്കുവാനോ സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉറപ്പിച്ചിട്ടില്ല. ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കിയിട്ടില്ല. ഒരുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള പരാതികൾ നേരത്തെ ഉയർന്നതുമായിരുന്നു. അപ്പോൾ ഈ തീർത്ഥാടനകാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മഴ മുന്നിൽ കൊണ്ട് ഈ ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉറപ്പിക്കേണ്ട ഒരു ക്രമീകരണം ഒരുക്കേണ്ടതായിരുന്നു. പക്ഷേ ആ കാര്യത്തിലും വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഇന്ന് വെയിൽ ഉദിച്ചിട്ടുണ്ട്. പക്ഷേ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും അവിടെ ചെളി കൂമ്പാരം വരും. ചെളി പൂണ്ടും വാഹനങ്ങളുടെ ചെളിയിൽ പൂണ്ടുപോകുന്ന സാഹചര്യം വരും. എന്തായാലും വീഴ്ചകൾ തുടരുകയാണ്. കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി ക്രമീകരണങ്ങളോടുകൂടി ഭക്തജനങ്ങളെ സർക്കാരും ദേവസ്വം ബോർഡും വരവേൽക്കുന്ന ഒരു മണ്ഡലകാലം ഇനിയും സ്വപ്നങ്ങളിൽ മാത്രമാണ്. അത് വലിയ വിദൂരത്തിൽ ഉള്ള ഒരു കാര്യമാണെന്നാണ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. പ്രദീപിള്ള, എന്തൊരു അവസ്ഥയാണ്, എന്തൊരു ക്രൂരതയാണ്. ബാക്കിയൊക്കെ പോട്ടെ, മനുഷ്യരല്ലേ അവിടേക്ക് കടന്നു വരുന്നത്. തുടക്കം മുതൽ ഇന്നുള്ള ഇപ്പോൾ മിഥുൻ മുരളി പറയുന്നു മണ്ണൊക്കെ ഇട്ട് ഉറപ്പിക്കേണ്ടതുണ്ട്, ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന്. 10,000 അവിടേക്ക് ഒഴുകിയെത്തിയ ശേഷമോ അവരവിടെ എത്തി പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുമ്പോഴോ ആ കാഴ്ച കണ്ടാൽ മറ്റെല്ലാം വിടും. നിങ്ങൾ വിശ്വാസം വിടും, നിങ്ങൾ ആചാരം വിടും, നിങ്ങൾ ക്ഷേത്രം എന്നുള്ള പരിഗണനയും വേണ്ട. മനുഷ്യർ, പൗരന്മാർ. ശുചിമുറിയിൽ ഒരു ടാപ്പ് വെക്കാൻ പോലും കഴിയാത്ത ദേവസ്വം ബോർഡും അധികാരികളും. എന്തൊരു ക്രൂരതയാണ്. സന്നിധാനത്തേക്കുള്ള യാത്ര കാണുമ്പോൾ ഒരു ആടുജീവിതമാണോ എന്ന് തോന്നിപ്പോ. അത്ര ക്രൂരമായ നിലയിലാണ് ഏത് കാലത്താണെന്ന് ഓർക്കണം വിനോദ്. എന്തൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു കാലത്ത് ഓരോ ചുവടുവയ്പും സൂക്ഷിച്ചു വേണം എന്നും ജാഗരൂകരായിരിക്കാൻ പറയുന്ന ഒരു കാലത്ത് കുറി തൊടുന്നത് മുതൽ കച്ചവടക്കാർക്ക് അരങ്ങൊരുക്കി വരെ ലക്ഷങ്ങൾ കൊയ്യാൻ എന്തുണ്ട് മാർഗം എന്ന ഗവേഷണം നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, സംസ്ഥാന സർക്കാർ, ദേവസ്വം വകുപ്പ്, ദേവസ്വം മന്ത്രി ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം പറയണം. നിങ്ങൾ ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരെ കാണുന്നത് എന്തായിട്ടാണ്, എന്ത് രൂപത്തിലാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ചെലവുകൾ നടത്താൻ, സർക്കാരിന് ധൂർത്തടിക്കാൻ, KSRTCക്ക് ശമ്പളം കൊടുക്കാൻ, ഇതിനൊക്കെ വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണോ ഈ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ പോലും ഒരു കച്ചവടമായിട്ടാണ് നിങ്ങൾ ഇത് കാണുന്നതെങ്കിൽ പോലും ഏതൊരു കച്ചവട സ്ഥാപനവും മികവുറ്റ സേവനം നൽകും. വാങ്ങുന്ന പണത്തിനുള്ള സർവീസ് തിരിച്ചു നൽകും. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഏറ്റവും ഒടുവിൽ കണ്ട കാഴ്ച എന്താണ്? എരുമേലിയിലെ വില ഏകീകരണത്തിന് ശ്രമം നടന്നു. ജില്ലാ ഭരണകൂടം അതിന് ശ്രമിച്ചു. സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നടന്നില്ല. അവിടുത്തെ വ്യാപാരികളും ജമാഅത്ത് ഭാരവാഹികളും ഒക്കെ നിശ്ചയിച്ച വില ജില്ലാ കളക്ടർ നിശ്ചയിച്ചു കൊടുത്തു. അവർ ഇന്നലെ ജില്ലാ കളക്ടർ ഔദ്യോഗികമായി തന്നെ ആ വില വിവര പട്ടിക പുറത്തിറക്കി. ഒരു ദിവസം
70,000 പേർക്ക് 80,000 പേർക്ക് ദർശന സൗകര്യം അനുവദിച്ചാൽ പോലും തീരുന്നില്ല ഭക്തജന തിരക്ക്, തീരുന്നില്ല ഭക്തജനങ്ങളുടെ ക്യൂ. അത്രയും പേരാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പരിഗണനയിലുള്ളത്? അവരാണോ നിങ്ങളെ പരിഗണിക്കേണ്ടത്? അവരാണോ നിങ്ങളുടെ പരിഗണനയിൽ? അതോ ഈ കച്ചവട സമൂഹമാണോ? അവർ പറയുന്ന കൊള്ള വില നിശ്ചയിച്ച് നിങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കുറി തൊഴാൻ നിങ്ങൾ കൂലി ഈടാക്കുന്നു. നിങ്ങൾ അവിടെ ഓരോ ചൂടുവയ്പ്പിനും നിങ്ങൾ കൂലി ഈടാക്കുന്നു. ശബരിമലയിലേക്ക് എത്താൻ ബസിന്റെ ബോർഡിൽ സ്പെഷ്യൽ എന്നൊരു ബോർഡ് വെച്ചിട്ട് ഇതേ KSRTC ശകടത്തിൽ നിങ്ങൾ കൊള്ള വില സ്പെഷ്യൽ ചാർജ് തന്നെ ഈടാക്കുന്നു അവിടെ വരെ എത്താൻ. ഇനി നിലയ്ക്കൽ വരെ എത്തിയാൽ നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് പോകാൻ നിങ്ങൾ വീണ്ടും മറ്റൊരു സ്പെഷ്യൽ കൊള്ള നടത്തുന്നു. വിവിധ സംഘടനകൾ മുന്നോട്ട് വന്നതാണ്. സന്നദ്ധ സംഘടനകൾ സൗജന്യമായി നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകാം, അയ്യപ്പന്മാരെ കൊണ്ടുപോകാം, അനുവദിക്കൂ. സൗജന്യമായി അന്നദാനം നടത്താം. നിങ്ങൾ സമ്മതിക്കില്ല. എന്നിട്ട് കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്നു. നിങ്ങൾ കച്ചവടക്കാർക്ക് കുടപിടിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഏറ്റവും നിസ്സാരമായി ഏതൊരു സ്ഥലത്തും ഏതൊരു ഉത്സവപ്പറമ്പിലും ചെയ്യുന്ന ഒരു സാധാരണ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ, ഒരു ടാപ്പ് വെക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. എത്ര ഗതികേടിലാണ് ഈ ഭരണകൂടം എന്ന് പറയേണ്ടി വരുന്നു. ഒരു ഭാഗത്ത് വരുമാനമുണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ, മറുഭാഗത്ത് മനുഷ്യത്വരഹിതമായ സമീപനം. ഇത് കേൾക്കേണ്ടവർ കേൾക്കുന്നു എന്ന് കരുതാം, ഇല്ലെങ്കിൽ കേൾക്കേണ്ട രീതിയിൽ ആ ശബ്ദം മുഴങ്ങും. മറക്കണ്ട ഇന്നലകൾ. നമുക്കിനി ഇടുക്കിയിലേക്ക് പോകാം. ഭക്തജന ഒഴുക്ക് തുടരുകയാണ്. ഇടുക്കിയിലെ സത്രം പരമ്പരാഗത കാനനപാതയിൽ ശരണമിളി മുഴങ്ങി തുടങ്ങി. കാനനപാതയിലൂടെ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടു തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 7 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെയാണ് ഈ കടത്തിവിടുക. കാരണം കടുത്ത മൂടൽമഞ്ഞ് കാരണം 3/4 മണിക്കൂർ വൈകിയാണ് കാനനപാതയിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചത്. സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, എന്താണ് സത്രം വഴിയുള്ള കാനനപാതയിലെ ദൃശ്യങ്ങൾ, വിശേഷങ്ങൾ? സത്രത്തിൽ രാവിലെ 7:45 കൂടിയാണ് ആദ്യ ഭക്തനെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടത്. ഇവിടെ പ്രത്യേക പരിശോധനകളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ കൗണ്ടറിൽ നിന്ന് പാസ് എടുത്ത ശേഷം വനം വകുപ്പിന്റെ ചെക്കിംഗ് നടത്തിയ ശേഷമാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ പരിശോധിച്ച് അത് ക്രമീകരിച്ച ശേഷമാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വനം വകുപ്പ് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഈ കാനനപാതയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഓരോ 1/2 കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ളം, കൂടാതെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വനത്തിനുള്ളിൽ വിവിധയിടങ്ങളിലായി വാച്ചർമാരെ നിയോഗിച്ചുകൊണ്ട് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ളവ തടയാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ മുമ്പ് ഇവിടുത്തെ ഒരു ദുരവസ്ഥ എല്ലാം തന്നെ വിവരിച്ച് വാർത്ത ചെയ്തിരുന്നതാണ്. നമ്മൾ മുമ്പ് കേട്ട വാർത്തകൾ പോലെ തന്നെ സത്രത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം അത് വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർക്ക് ഒരു വെല്ലുവിളിയാകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ വന്ന് ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേട്ടത് അത്തരത്തിലുള്ള ഒരു പരാതിയാണ്, ഒരു ഭക്തന്റെ പരാതിയാണ് നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യം തന്നെ കേട്ടത്. മാണ് ഇവിടെയുള്ളത്. അതുകൂടാതെ നെവരിയാർ ഗ്രാമപഞ്ചായത്തിലെ 15ഓളം ശുചിമുറികൾ കഴിഞ്ഞ വർഷം നിർമ്മിച്ചവയുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഭീമമായ തുക മുടക്കി സമീപത്തെ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ അടുത്തുപോയി ഈ ശുചിമുറി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്കുള്ളത്. കൂടാതെ ഈ കാനനപാതയിലടക്കം അല്ലെങ്കിൽ റോഡിന്റെ സൈഡുകളിലടക്കം ഈ മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു ദുരവസ്ഥയിലാണ് ഈ സത്രത്തിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുമുള്ളത്. ശരി, സുബിൻ തോമസ് ആണ് സത്രത്തിലൂടെയുള്ള ഈ കാനനപാതയിലൂടെയുള്ള ഭക്തരുടെ പ്രവാഹം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയാണ്. അതിനുശേഷം ശബരിമല സംബന്ധിച്ച ഒരു സ്പെഷ്യൽ റിപ്പോർട്ടുമായി അരുൺ കൊടുങ്ങൂർ വരും. ഹൈക്കോടതി ഉത്തരവ് പോലും പാലിക്കാൻ പോലീസിൻ്റെ നിർദ്ദേശം മാത്രം പാലിച്ചുകൊണ്ട് ശബരിമലയിലെ തീർത്ഥാടകരെ കടത്തിവിടുന്ന നടപടിയാണ്. അതിനെതിരെ സ്പെഷ്യൽ കമ്മീഷണറുടെ നിലപാട്. ആ നീതികേടിൻ്റെ വാർത്ത കാണാം. നേരത്തെ പ്രദീപ് പിള്ള പറഞ്ഞ വാർത്തയിലേക്ക് തന്നെ പോകാം. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് പോലീസിന്റെ നിർദ്ദേശം മാത്രം പരിഗണിച്ച് ഓൺലൈൻ ബുക്കിംഗ് 70,000 ആക്കിയ ദേവസ്വം നടപടിക്കെതിരെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ. വിഷയത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2023 ഡിസംബറിൽ ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഇതനുസരിച്ച് ഓൺലൈൻ ബുക്കിങ്ങിലൂടെ 80,000 പേർക്കും സ്പോട്ട് ബുക്കിങ്ങിലൂടെ
10,000 പേർക്കും. അങ്ങനെ വരുമ്പോൾ 90,000 ഭക്തർക്ക് ദർശനം അനുവദിക്കാനായിരുന്നു നിർദ്ദേശം. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഏറ്റവും വലിയ ഒരു വിവാദങ്ങളിൽ ഒന്നായിരുന്നു ഈ തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നടപടി. ഇത് ഹൈക്കോടതിയുടെയും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഇടപെടൽ കൊണ്ടായിരുന്നു എന്നാണ്, സുരക്ഷാ ക്രമീകരണങ്ങളെ മുൻനിർത്തിയാണ് എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. അതിൽ പറയുന്നത് കൃത്യമായി പറയുന്നു, 2023 ഇത് സംബന്ധിച്ച ഓൺലൈൻ ബുക്കിംഗ് സംബന്ധിച്ച കൃത്യമായ ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറയുന്നു 80,000 പേരെ ഓൺലൈൻ ബുക്കിങ്ങിലൂടെ സന്നിധാനത്തേക്ക് എത്താൻ കഴിയും. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലൂടെ 10,000 പേരെയും, അങ്ങനെ 90,000 പേരെ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള അല്ലെങ്കിൽ ഒരു അനുവാദമായിരുന്നു ഹൈക്കോടതി നൽകിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ബുക്കിങ്ങിൽ കുറവുണ്ടായാൽ അതിനനുസരിച്ച് സ്പോട്ട് ബുക്കിങ്ങിലൂടെ ആ ആളുകൾക്ക് എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോകാം എന്ന് കൂടി കൃത്യമായി ഈ ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഈ പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരമൊരു എണ്ണം 70,000-ലേക്ക്, തീർത്ഥാടകരുടെ എണ്ണം 70,000-ലേക്ക് കുറച്ചത് എന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ ഇപ്പോൾ ഹൈക്കോടതിയിൽ കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഹൈന്ദവ സംഘടനകളടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് എടുത്തുകൊണ്ട് ശക്തമായ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. വലിയ നിയന്ത്രണങ്ങൾ ഭക്തർക്ക് ഒരുക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പലർക്കും സന്നിധാനത്തേക്ക് എത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ബുക്കിംഗ് പൂർണ്ണമായും അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്കറിയാം. വരുന്ന ദിവസങ്ങളിലേക്കെല്ലാം തന്നെ ഈ 70,000 തീർത്ഥാടകർ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല തീർത്ഥാടകർക്കും ഇഷ്ടമുള്ള സമയത്തേക്ക് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സമയത്തേക്ക് ശബരിമലയിലേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സ്പെഷ്യൽ കമ്മീഷണർ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. എന്നാലും ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അവഗണിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഒരു കാര്യങ്ങൾ മാത്രം, പോലീസ് പറയുന്നത് കേട്ടുകൊണ്ടുള്ള ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 10,000-ലധികം തീർത്ഥാടകർക്ക് ഒരു ദിവസം കൂടി ദർശനം അനുവദിക്കേണ്ട ഒരു സാഹചര്യം കൂടി അത് ഇല്ലാതാക്കുന്ന നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇതിലൊരു പ്രധാന പ്രശ്നമായി ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞ തവണത്തെയൊക്കെ അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇത്തരത്തിൽ തീർത്ഥാടകർ എത്തുമ്പോൾ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാം. പക്ഷേ അത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ തീർത്ഥാടകരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ട്, ദർശനത്തിനുള്ള സൗകര്യം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഈ അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ദേവസ്വം ബോർഡ് ചിന്തിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ പോലീസിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള ഈ ഒരു നടപടിയിലേക്ക് കടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ കൃത്യമായ വിശദീകരണം പറയേണ്ടി വരും. എന്തായാലും റിപ്പോർട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തുടർ നടപടികൾ എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ശരി, അരുൺ കൊടുങ്ങൂർ, ഇത് തീർച്ചയായിട്ടും ഇത് വളരെ വലിയൊരു വെളിപ്പെടുത്തലാണ്. അതാണ് അയ്യപ്പൻ വൃശ്ചിക പുലരിയിൽ തന്നെ ഈ വസ്തുത നമ്മുടെയും ജനൻ ടിവിയുടെയും അതിലൂടെ പ്രേക്ഷകരുടെയും വിശ്വാസികളുടെ മുന്നിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയാണ് ഈ സർക്കാരും ഈ ബോർഡും എന്നുള്ള ചോദ്യം ആവർത്തിച്ച് ഉയരുകയാണ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കാണേണ്ടത്, നമ്മൾ വളരെ വൈകാരികമായി വളരെ വികാരനിർഭരമായ ഒരു കാഴ്ച കണ്ടു. ഒരു വർഷം അയ്യപ്പനെ സേവിച്ച ശേഷം പടിയിറങ്ങുന്ന മേൽശാന്തി, അതുപോലെ തന്നെ ഒരു വർഷം മാളികപ്പുറത്തമ്മയുടെ സേവനായതിനു ശേഷം സംതൃപ്തിയോടെ പടിയിറങ്ങുന്ന മാളികപ്പുറം മേൽശാന്തിയുടെ വാക്കുകളും കേൾക്കാം. അപ്പോൾ തീർച്ചയായും നമുക്ക് മാളികപ്പുറം മേൽശാന്തി, ഒരു വർഷം അവിടുത്തെ പൂജ കഴിഞ്ഞ് പടിയിറങ്ങിയ മാളികപ്പുറം മേൽശാന്തിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു വർഷം മാളികപ്പുറത്തമ്മയുടെ സേവകനായ ശേഷം സംതൃപ്തിയോടെയാണ് മലയിറങ്ങുന്നതെന്ന് മാളികപ്പുറം മുൻ മേൽശാന്തി PG മുരളി. ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. ഈ സൗഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇനി തിരിച്ച് ഗുരുവായൂരപ്പന് മുന്നിലേക്കാണ് യാത്രയെന്നും മാളികപ്പുറം മുൻ മേൽശാന്തി ജനൻ ടിവിയോട് പറഞ്ഞു. കാലം ശബരിമലയിൽ മാളികപ്പുറത്തമ്മയുടെ സേവകനായിരുന്ന PG മുരളി, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. മാളികപ്പുറം മേൽശാന്തി, ഒരു വർഷക്കാലം അമ്മയുടെ സേവകനായിരുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? സ്വാമിയെ ശരണമയ്യപ്പ, മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. തികച്ചും ഗുരുകാരണവന്മാരുടെയും പരദേവതയും ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെയും മാളികപ്പുറത്തമ്മയുടെയൊക്കെ അനുഗ്രഹത്താൽ ഈ ഒരു കൊല്ലം
വളരെ സന്തോഷപൂർവ്വം പൂർത്തിയാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ അന്തരീക്ഷവും ഈ കാലാവസ്ഥയും ഇതിനൊക്കെയായിട്ട് യോജിച്ച് പോകാൻ സാധിക്കുക അത് വളരെ വലിയൊരു ഭാഗ്യമാണ്. എല്ലാ ദിവസവും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടും ദിവസവും മന്ത്രജപങ്ങളാൽ ഈ ഒരു വർഷം വേണ്ട പോലെ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൽ വളരെ ഭഗവാനോടും ഭഗവതിയോടും പ്രത്യേകം കൃതാർത്ഥയും എല്ലാ സ്നേഹവും ഉണ്ട്. ഗുരുവായൂർ സ്വദേശിയാണ്. അന്ന് ഈ ഒരു ഭാഗ്യം ലഭിച്ചപ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് എന്താണ്? ആ ഒരു തികച്ചും നിർവൃതിയോടുകൂടി തന്നെയാണ് ഇവിടെ നിന്ന് അടുത്തൊരു മടക്കം. ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം. ഞങ്ങൾ ഗുരുവായൂർ സ്വദേശികൾ അധികവും ഈ ഭാഗങ്ങളിൽ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. കൂടുതൽ ഗുരുവായൂരും ആ പരിസരമായിട്ടാണ് ഞങ്ങളുടെ ജീവിതമൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടെ അപേക്ഷിക്കുകയും ഇവിടെ കിട്ടുകയും സിദ്ധിച്ചപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെയും കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നാടിൻ്റെയും ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെയും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു അതിനെല്ലാം. സ്വാമി, കുഞ്ഞു മാളികപ്പുറങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ മനസ്സിൽ തോന്നുന്നത് തികച്ചും ഭക്തി നിർഭരമായ കൊച്ചുകുട്ടികൾ, വളരെ കൊച്ചുകുട്ടികൾ ഇവിടെ വരുന്നു, ദർശനം നടത്തുന്നു. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ മാളികപ്പുറം സിനിമ ഇറങ്ങിയതിന് ശേഷം കഴിഞ്ഞ കൊല്ലം ഒരുപാട് കുട്ടികൾ ഇവിടെ വരികയും ദർശനം നടത്തുകയും അവർ ഭഗവാനെയും ഭഗവതിയും പ്രാർത്ഥിച്ച് വളരെ തൃപ്തിയോടെ മടങ്ങുകയും ചെയ്തു. വളരെ സംതൃപ്തി തോന്നി മനസ്സിൽ. എന്താ വെച്ചാൽ കുട്ടികൾക്കും പുതിയ ജനറേഷനും ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളെ കുറിച്ച് മനസ്സിലാക്കട്ടെ, അവർ കൂടുതൽ അവയർനെസ്സായി കൂടുതൽ വലിയ വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. അതല്ല വേണ്ട. അതിനു വേണ്ടിയിട്ട് അടുത്തൊരു ജനറേഷൻ ഇതുപോലെ വളർന്നു വരികയാണ് വേണ്ടത്. അതിനുവേണ്ടി ഭഗവാനും ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ ഈശ്വരൻ. ഈ ഒരു വർഷക്കാലത്തിനിടെ മനസ്സിൽ തട്ടിയ ഒരു അനുഭവം, അതായത് ഈ ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു അനുഭവം എന്തെങ്കിലും പങ്കുവയ്ക്കാൻ? ഒരുപാട് അങ്ങനെ പറയാച്ച കുറേ അനുഭവങ്ങളുണ്ട്. ഒന്ന് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. കൂടുതലൊന്ന് പറയാച്ച ഇവിടെ ഡ്യൂട്ടിക്ക് നിന്നിരുന്ന ഒരു സ്റ്റാഫ്, അദ്ദേഹത്തിന് ശബ്ദം ഒട്ടും വന്നിരുന്നില്ല. കഴിഞ്ഞ മണ്ഡലകാലത്തിന് ശേഷം അദ്ദേഹം ഡ്യൂട്ടിക്ക് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്നൊരു ദിവസം എന്നോട് വന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ ശബ്ദം തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് നമസ്കരിക്കുകയും ഭഗവാനും ഭഗവതിക്ക് അനുഗ്രഹമാണെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അത് വളരെ സന്തോഷം തോന്നി. അതുകൂടാണ്ട് തന്നെ ഒരുപാട് അനുഭവങ്ങൾ, അത് പ്രത്യേകിച്ച് ഒന്നെന്ന് എടുത്തു പറയാൻ പറ്റില്ല. വളരെ അനുഭവങ്ങൾ ഇവിടെ എനിക്ക് കിട്ടി. അതൊരു വലിയൊരു ഭാഗ്യമാണ്. പുതിയൊരു വൃശ്ചിക പുലരിയാണ്. കുറേയധികം അയ്യപ്പന്മാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം പുതിയ മേൽശാന്തി ചുമതലയേൽക്കുന്നു. അപ്പോൾ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളോട് പങ്കുവയ്ക്കാൻ, അതായത് മാളികപ്പുറത്തമ്മയുടെ നടയിലേക്ക് വരുന്ന ഭക്തജനങ്ങളോട് പങ്കുവയ്ക്കാനായി എന്തെങ്കിലും? എല്ലാവരും ഭക്തി നിർഭരമായി 41 ദിവസത്തെ ദീക്ഷയും വ്രതവും എടുത്ത് ഇവിടേക്ക് വരിക. വളരെ നല്ല ദർശനം നടത്തി എല്ലാവരും സംതൃപ്തരായി മടങ്ങുക. എല്ലാവരുടെ ജീവിതത്തിലും നല്ല അഭിവൃദ്ധിയും നല്ല അനുഭവങ്ങളും ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ തന്നെ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇവിടെ വന്ന് ദർശനം നടത്തി വളരെ നല്ല രീതിയിൽ എല്ലാം വേണ്ട പോലെ ആവാൻ ഭഗവാന്റെ അനുഗ്രഹവും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് എല്ലാം വേണ്ട പോലെ ആക്കി തരട്ടെ. സ്വാമി ശരണം. ഓരോ വർഷവും ശബരിമലയിലെ തിരക്ക് കൂടുകയാണ്. അപ്പോൾ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്തുകയാണ്, ഒപ്പം മാളികപ്പുറത്തേക്കും. അപ്പോൾ ശബരിമലയുടെ കീർത്തി അത് ലോകമൊട്ടാകെ തന്നെ വ്യാപിച്ചു എന്നുള്ളത് തന്നെയല്ലേ? ആ ഒരു അനുഭവം അങ്ങേക്ക് ഇവിടെ എത്തിയപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായും ശബരിമലയുടെ കീർത്തി ഒരുപാട് ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി എങ്ങനെ നമ്മൾ ജീവിക്കണം, അങ്ങനെ ഒരു പാഠമാണ് ശബരിമലയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അത് ഈ ലോകത്തെ എല്ലാ ദിക്കിലും, പ്രത്യേകിച്ച് ഞാൻ ശാന്തി ചെയ്യുന്ന ക്ഷേത്രമായ ഹൈദരാബാദിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ നിന്ന് ഇവിടേക്ക് വരുന്നത്. അവിടുത്തെ ആ ഒരു അനുഭവം വളരെ വലിയൊരു അനുഭവമാണ്. അവരെല്ലാം വളരെ ഭക്തി പൂർവ്വം ഇവിടെ വരുന്നു, മാലയിടുന്നു, കൃത്യമായി ദീക്ഷ വ്രതങ്ങൾ അനുഷ്ഠിച്ച് വളരെ കൃത്യമായി ഇങ്ങോട്ട് വരുന്നു. അവരെല്ലാം വളരെ ഭക്തി പുരസ്കാരം പൂജ ചെയ്ത് തിരിച്ചു പോകുന്നത് കാണുമ്പോൾ മാനസികം വളരെ സന്തോഷം തോന്നാറുണ്ട്. തീർച്ചയായും ഇനി ഇവിടെ നിന്നും തിരിച്ച് എങ്ങോട്ടേക്കാണ്? തിരിച്ചും ഞാൻ എൻ്റെ നാടായ ഗുരുവായൂർക്ക് ആദ്യം അവിടെ ചെല്ലണം, ഗുരുവായൂരപ്പനെ കാണണം. അതിനുശേഷം എൻ്റെ ഗ്രാമത്തിൽ പോകണം. അവിടെ എൻ്റെ പരദേവതാ ക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് തൊഴണം, അവിടെ പൂജകളൊക്കെ അർപ്പിച്ച് അതിനുശേഷം ഞാൻ ഇത്ര കാലം ഞാൻ 31 വർഷമായി ഒരു ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. അപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയി അവിടെയും പൂജ ചെയ്തതിന് ശേഷമാണ് പുറത്തേക്ക് എങ്ങും പോകാനുള്ള തീരുമാനമുള്ളൂ.
തീർച്ചയായും സംതൃപ്തിയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു വർഷക്കാലം ഇവിടെ മാളികപ്പുറത്തമ്മയുടെ സേവകനായി നിന്നത്. ഇനി എന്തായാലും തിരിച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോവുകയാണ്. അതോടൊപ്പം അവിടെ എത്തി ക്ഷേത്രത്തിൽ വീണ്ടും ഈ ഒരു അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം മനോജ്, ജനം, സന്നിധാനം. മാളികപ്പുറം മേൽശാന്തിയും അങ്ങനെ ഇതൊരു അനുഭവമാണ്. ഒരു വർഷം പുറപ്പെടാശാന്തിയായി അവിടെ കഴിയുക. ഭക്തജനങ്ങൾ മാസപൂജയ്ക്കായി 5 ദിവസം അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഉദ്യോഗസ്ഥർ കടന്നു വരുന്നു, പോകുന്നു. പിന്നെയുള്ള ഒരു ജീവിതം ഒരുപക്ഷെ ഏറ്റവും അധികം പുണ്യം ചെയ്ത ഇവരായിരിക്കും. കാര്യം ആ ദിവസങ്ങളിൽ മറ്റാരുമില്ല, ഒരു തരത്തിലുള്ള ഒക്കെ അവരുടെ ശബ്ദങ്ങളും പിന്നെ അവരുടെ സാന്നിധ്യവും പിന്നെ അയ്യപ്പനും അങ്ങനെ വലിയ അനുഭവ സമ്പത്തുമായി ഒരുപക്ഷെ വളരെ ഏതൊക്കെ വികാരങ്ങളാവും കടന്നു പോകുക എന്നുള്ള പുറപ്പെടാശാന്തിയായിരുന്ന ശേഷം അദ്ദേഹം പറയുന്നു ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പോകണം, പിന്നെ അദ്ദേഹത്തിൻ്റെ പരദേവ ക്ഷേത്രത്തിലേക്ക് പോകണം, 31 വർഷമായി പൂജിക്കുന്ന ആ ക്ഷേത്രത്തിലേക്ക് പോകണം. അതിലുള്ള ആഹ്ലാദം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നമ്മൾ കണ്ടതാണ് ശബരിമല ശാന്തി പടിയിറങ്ങുമ്പോൾ ഉണ്ടായ വികാര നിർഭരമായ ആ ഒരു നിമിഷങ്ങൾ, അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖം ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ പ്രത്യേക പുത്തൻപുലരിയുടെ സമയം ഇവിടെ സമാപിക്കുകയാണ്. വൃശ്ചിക പുലരിയിൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം ആയിരിക്കുകയാണ്. ആ കാഴ്ചകൾ, വിശേഷങ്ങൾ എത്തിച്ചു. ഒരൊറ്റ കാര്യം മാത്രം പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നു, വിശ്വാസികൾക്ക് ഉറപ്പ് നൽകുന്നു, ഭക്തർക്ക് ഉറപ്പ് നൽകുന്നു. എല്ലാ ദിവസവും ശബരിമലയിലെ പുലർച്ചെ മുതൽ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവും, അവിടെ നിന്നുള്ള കാഴ്ചകൾ തുടർച്ചയായിട്ടുണ്ടാവും, അവിടെ നിന്നുള്ള വാർത്തകളുണ്ടാവും. അതിനൊക്കെ ഒപ്പം നിരന്തരമായി എന്നും എപ്പോഴും ഭക്തർക്കും വിശ്വാസത്തിനും ആചാരത്തിനും ഒക്കെ ഒപ്പമുണ്ടാവും. ഏതു തരത്തിലുള്ള വെല്ലുവിളികളുണ്ടായാലും, ഏതു തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാലും അത് നീക്കാൻ, മുന്നിൽ നിന്ന് തന്നെ നയിക്കാൻ ജനം TV ഉണ്ടാകും. എന്നും ഭക്തർക്കൊപ്പം. നമസ്തേ. സ്വാമി സാർ.